ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. ഇറാനെതിരായ ഇസ്രയേൽ US സംയുക്ത യുദ്ധത്തിൽ മരണം 1000 കടന്ന ദിവസമായിരുന്നു ഇന്ന്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇറാൻ യുദ്ധക്കപ്പലിനെ US അന്തർവാഹിനി മുക്കി 87 പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വന്ന ദിവസമായിരുന്നു ഇന്ന്. പക്ഷെ വലിയ വാർത്തകളെ മൂന്നാം പേജിലേക്ക് തള്ളി ആദ്യ 2 പേജുകൾ കൈയടക്കിയ വാർത്തകൾ എന്തായിരുന്നു? പരസ്യം എന്തായിരുന്നു? കേരളം ഇന്നു മുതൽ ഇരുട്ടിലെന്ന് കടുപ്പിച്ച് കറുപ്പിച്ച് വലുപ്പത്തിലെഴുതിയ 10 വർഷം മുൻപത്തെ ലോഡ് ഷെഡിംഗ് വാർത്ത. പുസ്തകമില്ലാതെ പരീക്ഷ എഴുതിയെന്ന തലക്കെട്ട്, ഖജനാവ് കാലി എന്ന തലക്കെട്ട്. അങ്ങനെ തീയതിയും മാസവും വർഷവും അറിയിക്കാതെ ഉമ്മൻചാണ്ടി സർക്കാരിനെ ഇകഴ്ത്തുന്ന ആദ്യ പേജ് മറിക്കുമ്പോൾ എല്ലാം ശരിയാക്കിയെന്ന റിപ്പോർട്ടുകളാണ്. കേരളത്തിൽ വെളിച്ച വിപ്ലവം എന്ന തലക്കെട്ട്, പവർ കട്ടില്ലാത്ത 10 വർഷം, പാഠപുസ്തകങ്ങൾ തുറക്കും മുൻപേ എന്ന തലക്കെട്ടും ചിത്രവും, മുടങ്ങാതെ പെൻഷൻ, കൈനിറയെ ക്ഷേമം എന്ന തലക്കെട്ട്, ലാഭത്തിലായ KSRTC തുടങ്ങിയ എല്ലാം നേരെയാക്കിയ വാർത്താ പരസ്യങ്ങൾ 2-ാം പേജിൽ. പരസ്യമെന്ന് പറയാതെ വാർത്തകൾ വസ്തുതാപരവും രൂപകൽപ്പന പ്രതീകാത്മകവും എന്ന കുറിപ്പ് പേജിന് താഴെ ചെറിയ അക്ഷരങ്ങളിൽ പാർട്ടി പത്രവും, മുകളിൽ വലതുവശത്ത് ശ്രദ്ധിക്കപ്പെടാതെ മാർക്കറ്റിംഗ് ഫീച്ചർ എന്ന മറ്റു പത്രങ്ങളും നൽകിയിരിക്കുന്നു. PRD എന്ന സർക്കാർ നേട്ടങ്ങൾ ജനത്തെ അറിയിക്കാനുള്ള അതത് വകുപ്പുകളുടെ വാർത്തകൾ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട സംവിധാനത്തെ കഴിഞ്ഞ സർക്കാരിനെ കുറ്റപ്പെടുത്താൻ ചുമതലപ്പെടുത്തിയത് ആരാണ്? ചട്ടവിരുദ്ധമായ പരിപാടികളിലേക്ക് PRD കടക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശത്താലാണ്. മൂന്നാം തുടർ ഭരണത്തിന് എന്തും ആകാമെന്നാണ്. ഇകഴ്ത്താനോ PRD എന്നതാണ് ചോദ്യം. അഡ്വക്കേറ്റ് KS സരൺകുമാർ CPM പ്രതിനിധി, സന്ദീപ് വാര്യർ കോൺഗ്രസ് പ്രതിനിധി, M ജയചന്ദ്രൻ ഇടത് സഹയാത്രികൻ, ജോർജ് പൊടിപാറ രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവരാണ് ചർച്ചയിലുള്ളത്. ആദ്യം ഞാൻ അഡ്വക്കേറ്റ് അരുണിലേക്ക് പോകുന്നു. അരുൺ, ഇന്ന് ദേശാഭിമാനി, മാധ്യമം തുടങ്ങി ദീപിക തുടങ്ങി ചില പത്രങ്ങളിൽ വന്നിരിക്കുന്ന പരസ്യമാണ്, 2 പേജിൽ വന്നിരിക്കുന്ന പരസ്യം. അതാണല്ലോ ഇപ്പോൾ വലിയ വിവാദമായിരിക്കുന്നത്. അത് PRD നൽകാവുന്ന പരസ്യമാണോ? പൂർണ്ണമായിട്ടും PRDക്ക് നൽകാൻ കഴിയുന്ന പരസ്യം തന്നെയാണ്. ബജറ്റിൽ കൃത്യമായി പബ്ലിക് റിലേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഹെഡിൽ പണം മാറ്റിവെക്കുകയും തെരഞ്ഞെടുപ്പിന്റെ അനുബന്ധിച്ചോ അല്ലാതെയോ ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ കൃത്യമായി അഡ്വർടൈസ് ചെയ്യാൻ, ജനങ്ങളെ അറിയിക്കുവാനുള്ള ഉത്തരവാദിത്വം PRDക്കുണ്ട്. ഇന്ന് വന്നിരിക്കുന്ന പരസ്യത്തിൽ താങ്കൾ വായിക്കാത്ത ഒരു വാചകമുണ്ട് ഏറ്റവും താഴെ. 10 വർഷങ്ങൾക്ക് മുമ്പ് മലയാള പത്രത്തിൽ നിറഞ്ഞു നിന്ന വാർത്തകൾ കൊണ്ട് രൂപപ്പെടുത്തിയ 1-ാം പേജാണിത്. ഇതിലെ വാർത്തകൾ വസ്തുതാപരവും രൂപകൽപ്പന പ്രതീകാത്മകവുമാണ്. അതുപോലെ തന്നെ ഒരു കോളത്തിൽ ഈ പേജ് കേരള സർക്കാർ ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പിന് വേണ്ടിയിട്ടുള്ള സർഗാത്മക പരസ്യ ആവിഷ്കാരമാണ്. പത്രത്തിന്റെ എഡിറ്റോറിയലുമായിട്ട് ഇതിന് ബന്ധമില്ല. ഇത്തരത്തിൽ പരസ്യം കൊടുക്കുന്നതിന് ഈ നാട്ടിലെ രാജ്യത്തെ ഒരു നിയമവും വിലക്കുന്നില്ല. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും നിയമലംഘനം, റൂളുകളുടെ ലംഘനം എന്നൊക്കെ പറയുമ്പോൾ ഏത് നിയമത്തിന്റെ ലംഘനം, ഏത് റൂളിന്റെ ലംഘനം എന്ന് സൂചിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. ഏത് തരത്തിലും അവർക്ക് നിയമപരമായിട്ട് മുന്നോട്ട് പോകാം. പബ്ലിക് റിലേഷൻസ് വകുപ്പിന് കഴിഞ്ഞ 10 വർഷമായി ഈ കേരളത്തിലെ ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ളതായ നേട്ടം, ആ നേട്ടത്തെ മുൻകാല ഗവൺമെന്റുകളുടെ കോട്ടങ്ങളുമായി താരതമ്യപ്പെടുത്തുന്നതിൽ ഒരു നിയമപരമായിട്ടുള്ള പിശകുമില്ല. ശരി, ഞാൻ അങ്ങേക്ക് ചിലത് വായിച്ച് കേൾപ്പിക്കാം. ഓൾ ഇന്ത്യ സർവീസ് കണ്ടക്ട് റൂൾസ് 1968. Rule number 7. Criticism of government, no member of the service shall in any radio broadcast, 16 or communication over a public media or in any document published anonymously in his own name or in the name of any other person or in any communication to the press in any public utterance make any statement of fact of opinion which has the effect of an advised criticism of any current or recent policy of action of the central government or a state government. Also section 356 of the BNS Act പ്രകാരം പറയുന്നത്, whoever makes, publishes or circulate any statement, false information, rumor or report including through electronic means with intent to cause or which is likely to cause any officer, soldier, sailor or അതുപോട്ടെ, അത് ഒരു ഉദ്യോഗസ്ഥരെ സർക്കാരുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ, or with intents of cause or which is likely to cause a fear of alarm to the public or to any section of the public whereby any person may be induced to commit an offence against the state or against the public frequent tranquility or with intent to incite or which is likely to incite any class or community of persons to commit any
offence against any other class of community shall be punished with imprisonment which may extend to 3 years or with fine or with both. അതായത് 3 വർഷം തടവ് ശിക്ഷ വരെ ലഭിക്കാവുന്ന ഒരു പിഴവാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. PRD വകുപ്പിന്റെ ചുമതലകൾ എന്താണെന്ന് അങ്ങ് പറഞ്ഞു. അങ്ങ് പറഞ്ഞ കാര്യം ശരിയാണ്. സർക്കാരിന്റെ നേട്ടങ്ങൾ വിശദീകരിക്കുക, അത് PRD വകുപ്പിന്റെ ചുമതലയാണ്. സർക്കാരിന്റെ നേട്ടങ്ങൾ വിവരിക്കാം. പക്ഷേ സർക്കാർ എന്നത് ഒരു തുടർച്ചയാണ് അഡ്വക്കേറ്റ് അരുൺകുമാർ. ആ തുടർച്ചയിൽ മുൻ സർക്കാരിനെ ഇകഴ്ത്താൻ PRDക്ക് ഒരു അധികാരവുമില്ല എന്ന് മാത്രമല്ല, അത് ചട്ടവിരുദ്ധവുമാണ്. PRD ആക്ട് എന്ന് പറയുന്ന കൂടി ഞാൻ പറഞ്ഞു തരാം. PRD ആക്ടിലും അത് ചട്ടവിരുദ്ധമായ കാര്യമായി മാറുന്നുണ്ട് കേട്ടോ. അതുകൂടി ഞാൻ അങ്ങേ വായിച്ചു കേൾപ്പിക്കാം. 2021 ഏപ്രിൽ 28 പുറത്തിറക്കിയ മാനദണ്ഡങ്ങളിൽ പറയുന്നതാണ്. അഡ്വർടൈസ്മെന്റ് മെറ്റീരിയൽസ് ഷുഡ് ബി ഒബ്ജക്റ്റീവ് ആൻഡ് നോട്ട് ഡയറക്റ്റഡ് ആൻഡ് പ്രൊമോട്ടിംഗ് പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് ഓഫ് റൂളിംഗ് പാർട്ടി. കേട്ടോ, ശ്രദ്ധിക്കൂ. ഡിസ്പ്ലേ മെറ്റീരിയൽ മസ്റ്റ് ബി presented in objective language and be free of political argument or partisan standpoint. Second point, government advertising shall maintain political neutrality and avoid glorification of political personalities and projecting a positive impression of the party in power or a negative impression of parties critical of the government. അതുകൂടി ശ്രദ്ധിക്കൂ. Advertisement materials must not mention the party's government, directly attack the views or action of other in opposition, include party political symbols or logo or flag, aim to influence public support for a political party, candidate for election, or refer to link to the websites of political parties or politicians. Government advertisements materials should avoid photographs of political leaders, and if it is felt essential for effective government messaging, only the photographs of the president, prime minister, chief justice of the country, governors and chief ministers of states should be used. ഇതാണ് റൂള്, PRDയുടെ റൂള്. PRD ചട്ടമാണ് ഞാൻ വായിക്കുന്നത്. 2015 മെയ് 13 കോമൺ കോസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൽ ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയുടെ വിധിയിൽ പറയുന്നത് പരസ്യങ്ങൾ പൊതു താല്പര്യത്തിനും സർക്കാർ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനും മാത്രമായിരിക്കണം. രാഷ്ട്രീയ നിഷ്പക്ഷത പാലിക്കണം. ഭരണകക്ഷിയുടെ രാഷ്ട്രീയ താല്പര്യങ്ങളെ നേരിട്ട് പിന്തുണയ്ക്കാൻ പാടില്ല. ഒപ്പം പ്രതിപക്ഷത്തിനെതിരെ വിമർശനവും പാടില്ല. അപ്പോൾ ഇത്രയും ചട്ടങ്ങൾ കോടതി വിധിയുടെ രൂപത്തിലും PRD ചട്ടവുമായി നിൽക്കുമ്പോൾ സർക്കാരിന്റെ നേട്ടങ്ങൾ വിശദീകരിക്കുന്നു എന്നതിനപ്പുറം മുൻ സർക്കാരിനെ ഇകഴ്ത്താൻ എങ്ങനെ കഴിയും അഡ്വക്കേറ്റ് അരുൺകുമാർ, PRD ഡയറക്ടർ? ഏറ്റവും ആദ്യം താങ്കൾ വായിച്ച 2 സെക്ഷനുകൾ, അത് BNS ഉൾപ്പെടെ, അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഫാൾസ് ഇൻഫർമേഷൻ ഓർ റൂമേഴ്സ് എന്നതാണ്. ഇന്ന് വന്നിരിക്കുന്ന പരസ്യത്തിൽ 2 പേജിൽ ഉൾപ്പെട്ട പരസ്യത്തിൽ ഏതെങ്കിലും ഫാൾസ് ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ താങ്കൾക്കോ ഇവിടെയുള്ള പ്രതിനിധികൾക്കോ ചൂണ്ടിക്കാണിക്കാം. 2, ഏതെങ്കിലും റൂമേഴ്സ് ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാം. നമുക്കറിയാം 4332 സ്കൂളുകൾ അന്നത്തെ കാലത്ത് 2011 മുതൽ 16 വരെ അടച്ചുപൂട്ടി എന്നത് ഫാൾസ് ഇൻഫർമേഷൻ അല്ല, യാഥാർത്ഥ്യമാണ്. പാഠപുസ്തകം ഇല്ലാതെ കുട്ടികൾക്ക് പഠിക്കാൻ കഴിയാതെ വന്ന സാഹചര്യം റൂമേഴ്സ് അല്ല, ഫാൾസ് ഇൻഫർമേഷൻ അല്ല. ഓണപരീക്ഷ കഴിഞ്ഞു, ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞു, മധ്യവേനൽ പരീക്ഷ എത്തിയിട്ട് പോലും പാഠപുസ്തകങ്ങൾ എത്തിയില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. അതുപോലെ KSRTC കട്ടപ്പുറത്തായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ദേശീയപാതയുടെ പണി ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് പ്രഖ്യാപിച്ച് ദേശീയപാത അതോറിറ്റി ഓഫീസ് പൂട്ടി ഡൽഹിക്ക് തിരിച്ചു പോയത് യാഥാർത്ഥ്യമാണ്. റെയിൽ പൈപ്പ്ലൈൻ പദ്ധതി ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിച്ചത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഇതിൽ ഏതെങ്കിലും വാദത്തിന് അങ്ങ് പറയുന്നത് ശരിവെക്കാം. വാർത്തകൾ ഉണ്ടായിരുന്നു, ശരിയാണ്. അത് തീയതിയില്ല, മാസമില്ല, അതിലൊരു തിരുത്തൽ ഉണ്ടായിട്ടുണ്ടോ, അതിനുശേഷം എന്ത് സംഭവിച്ചു, ഒന്നുമില്ലാതെ ഏതോ കാലത്തെ ഏതോ സമയത്തെ വാർത്ത എന്ന രൂപത്തിൽ പരസ്യമായി നൽകുന്നു. നോക്കൂ, PRD എന്താണ്? PRD സർക്കാർ സംവിധാനമാണ്. സർക്കാരിന്റെ വകുപ്പുമായി ബന്ധം മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള വകുപ്പാണ്. അത് ഇന്ന സർക്കാർ, പിണറായി വിജയ സർക്കാർ എന്ന രൂപത്തിൽ പ്രവർത്തിക്കാൻ പറ്റില്ല. അതിന് ആ സംവിധാനം സർക്കാരുകൾ തുടർച്ചയാണ്. അത് മുൻ സർക്കാർ, ഇപ്പോഴത്തെ സർക്കാർ, നാളത്തെ സർക്കാർ എന്ന രൂപത്തിൽ പ്രവർത്തിക്കാൻ അതിന് പറ്റില്ല അരുൺകുമാർ. അതിന് സർക്കാരിന്റെ നേട്ടങ്ങൾ വിശദീകരിക്കാം. അതിന് മന്ത്രിമാരെ ഈ ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, പബ്ലിക് വാർത്തകൾ സ്ക്രൂട്ടനൈസ് ചെയ്ത് അതത് വകുപ്പുകളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. അതാണ് PRDയുടെ ചുമതല. ഈ പറയുന്ന സർക്കാർ നേട്ടങ്ങൾ വിശദീകരിക്കാം. അങ്ങ് പറഞ്ഞതുപോലെ 2ാമത്തെ പേജ് എടുത്ത് 1ാമത്തെ പേജിലാക്കി പരസ്യം നൽകിയാലും ഈ പിഴവില്ലായിരുന്നു. ഇത് മുൻ സർക്കാരിനെ, 10 വർഷം മുമ്പുള്ള സർക്കാരിനെ ഇകഴ്ത്തിക്കൊണ്ടുള്ള പേജ്, ആദ്യ പേജിൽ ഇന്നു മുതൽ ലോഡ് ഷെഡിംഗ് എന്ന കറുത്ത അക്ഷരത്തിൽ ഇരുട്ട് നിറഞ്ഞ ഒരു വാർത്തയായി നൽകിക്കൊണ്ട് താങ്കൾ ആദ്യം പറഞ്ഞ ആ വിശദീകരണക്കുറിപ്പ് താഴെ ഒരു കുഞ്ഞു വരയിൽ, മഞ്ഞ വരയിൽ എഴുതി കാണിച്ചുകൊണ്ട് ജനത്തെ പറ്റിക്കലല്ലേ ഇത് ചെയ്യാമോ? ഇത് ചട്ടപ്രകാരം ചെയ്തുകൂടാ, ധാർമ്മികമായും ചെയ്തുകൂടാ അരുൺകുമാർ?
ഒരിക്കലുമില്ല. ഇപ്പൊ നവകേരള സർവേയുടെ ഭാഗമായി വീട് വീടാന്തരം കയറിയിറങ്ങി ഈ ഗവൺമെന്റിന്റെ 10 വർഷത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെയുണ്ട്? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഭാവി നവകേരളത്തെക്കുറിച്ച്, വിജ്ഞാന സമൂഹത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുന്ന ആ ചോദ്യത്തിന് നമ്മൾ എത്ര തവണ ചർച്ചയുടെ ഭാഗമായിട്ടിരുന്നു? അന്ന് നിങ്ങൾ എല്ലാവരും പറഞ്ഞല്ലോ ഇത് അധാർമികമാണ്, ഇത് നിയമവിരുദ്ധമാണ്, ഗവൺമെന്റിന്റെ പണമാണ് എന്നൊക്കെ പറഞ്ഞല്ലോ. ഇപ്പൊ സുപ്രീം കോടതി എന്താ പറഞ്ഞേ? ഒരു ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് ആ ഗവൺമെന്റിന്റെ ജനങ്ങളോട് ചെന്ന് ചോദിക്കുവാനും മനസ്സിലാക്കുവാനും എല്ലാ അധികാരമുണ്ട്. അതിന് ഈ രാജ്യത്തെ ഏത് നിയമമാണ് തടസ്സം? ധൈര്യമായി സർവേയുമായിട്ട് മുന്നോട്ട് പോകാൻ പറഞ്ഞില്ലേ? ഇവിടെ ഡേറ്റ മുഖ്യമന്ത്രി ഒരു മെസ്സേജ് അയക്കുന്നു. ഏതാ മെസ്സേജ്? ഈ ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് DA കുടിശ്ശിക കൊടുത്തിരിക്കുന്നു എന്നുള്ള വിവരം. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടും കോടതി ചില സംശയങ്ങൾ ചോദിച്ചു. നമ്മൾ ചർച്ചയുടെ ഭാഗമായിട്ടിരുന്നല്ലോ. ഇന്നും അതേ കോടതിയിൽ നിന്ന് കമന്റ് വന്നല്ലോ. ഒരു ഗവൺമെന്റിന് ആ ഗവൺമെന്റിന്റെ തീരുമാനങ്ങളും നിർദ്ദേശങ്ങളും ആ ഗവൺമെന്റിന്റെ സാധാരണക്കാരായി ജനങ്ങളെ അറിയിക്കുന്നതിൽ എന്താണ് തെറ്റ്? ഇതൊക്കെ നിങ്ങൾ നിയമവിരുദ്ധ ഒന്ന് പറ്റേ ഈ പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും ഏതെങ്കിലും ഒരു നിയമവിരുദ്ധത കണ്ടെങ്കിൽ ഇന്ന് ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി BNSന്റെ നിയമലംഘനമല്ലേ, പഴയ IPCയുടെ നിയമലംഘനമല്ലേ, പോയി എന്തിയാ ഒരു പരാതി കൊടുക്കാത്തത്? കൊടുക്കാമായിരുന്നല്ലോ. ഏതെങ്കിലും തരത്തിൽ ഇതിവിടെ പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി തന്നെയാണ്. ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള പാർട്ടിയെയും കുറ്റപ്പെടുത്തിയിട്ടില്ല. ഈ ഗവൺമെന്റ് വരുമ്പോൾ എന്തായിരുന്നു, ഇപ്പോഴെന്താണ്? ദേശീയപാത അതോറിറ്റി അടച്ചുപൂട്ടിയ സ്ഥിതിയാണോ ഇപ്പോ? ദേശീയപാത പണി പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നു. ഗെയിൽ പൈപ്പിട പദ്ധതി ഉപേക്ഷിച്ചു പോയ സാഹചര്യമായിരുന്നു അന്ന്. ഇന്ന് ആ പണി സമയബന്ധിതമായി പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് സമർപ്പിച്ചു കഴിഞ്ഞിരുന്നു. ഇന്ന് പവർ കട്ടോ ലോഡ് ഷെഡിങ്ങോ ഇല്ലാത്ത 10 വർഷം. അങ്ങനെ ഓരോ മേഖലയിലും ഉണ്ടായ നേട്ടങ്ങളാണ് ഈ രണ്ട് പരസ്യത്തിൽ ചിത്രീകരിച്ചത്. ഒരു നിയമവിരുദ്ധതയില്ല, ഒരു റൂളിന്റെ ലംഘനവുമില്ല. സെക്ഷൻ 353 ഗവൺമെന്റ് കണ്ടിന്യൂറ്റി എന്നുള്ളതാണ്. സർക്കാർ എന്നത് തുടർച്ചയാണ്. ഞാൻ ആ വാദത്തിൽ ആവർത്തിച്ച് ഞാൻ അങ്ങോട്ട് പറയുന്നത് സർക്കാർ എന്നത് തുടർച്ചയാണ്. PRDക്ക് ആ തുടർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനല്ലാതെ അധികാരമില്ല. അങ്ങ് പറഞ്ഞ കോടതിയിൽ തോറ്റ 2 കേസുകൾ, അത് ഞാൻ പ്രതിപക്ഷത്തോട് ചോദിക്കാന്നേ. ഈ സർവേയും അതോടൊപ്പം സന്ദേശവും നൽകിയ ആത്മവിശ്വാസമാണോ നിങ്ങൾ ഇപ്പോൾ PRD ഉപയോഗിച്ച് പത്രങ്ങളിൽ കൊടുത്തി പരസ്യത്തിൽ കാണുന്നത് എന്നുള്ള? പത്രങ്ങളിൽ വാർത്തയെന്ന മട്ടിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യം, നിങ്ങൾ നേരത്തെ വാർത്തയെന്ന മട്ടിൽ പത്രത്തിൽ വന്ന പരസ്യത്തെ നിങ്ങൾ വിമർശിച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് വരാം. ഞാനൊന്ന് പ്രതിപക്ഷത്തിന്റെ പ്രതികരണം കൂടി എടുത്ത ശേഷം താങ്കളിലേക്ക് അടുത്ത ഘട്ടത്തിൽ വരാം. സന്ദീപ് വാര്യർ, കണ്ടോ, നിങ്ങൾ കോടതിയിൽ തോറ്റ, നിങ്ങൾ മുന്നോട്ട് വെച്ച രാഷ്ട്രീയ താല്പര്യത്തോടു കൂടിയുള്ള സർക്കാരിന്റെ സർവേ, ഇറങ്ങാൻ പോകുന്ന സർക്കാർ എന്തിന് സർവേ നടത്തുന്നു, ഇറങ്ങാൻ പോകുന്ന സർക്കാർ എന്തിന് സന്ദേശം അയക്കുന്നു എന്നുള്ള നിങ്ങളുടെ വാദങ്ങൾ കോടതിയിൽ പൊളിഞ്ഞില്ലേ? അപ്പൊ പിന്നെ ഈ വാദവും നിങ്ങൾക്ക് കോടതിയിൽ പൊളിയും എന്ന ആത്മവിശ്വാസമാണ് സർക്കാരിന്? രണ്ടും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഇന്ന് ഈ കേരളത്തിലെയും രാജ്യത്തെയും പ്രധാനപ്പെട്ട മാധ്യമങ്ങളിൽ ഞാനും സ്മൃതിയും അടക്കമുള്ള ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവരും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരും കണ്ടുകൊണ്ടിരിക്കുന്നവരും അടക്കമുള്ള മലയാളികൾ നൽകിയിട്ടുള്ള നികുതിപ്പണം ഉപയോഗിച്ചുകൊണ്ട് സർക്കാരിന്റെ ഭരണനേട്ടങ്ങൾ എന്ന പേരിൽ ഒരു വലിയ പരസ്യം, 4-5 പേജുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരസ്യ, ഒരുപാട് പേജുകൾ, ലക്ഷങ്ങളോ കോടികളോ ചെലവ് വരുന്ന പരസ്യധൂർത്ത് നടത്തിയിരിക്കുകയാണ്. ആ പരസ്യധൂർത്തിനൊപ്പം കഴിഞ്ഞ സർക്കാരിനെ ഇകഴ്ത്തി കാണിക്കാൻ എന്ന പേരിൽ UDF ഭരണകാലത്ത് ഇങ്ങനെയായിരുന്നു എന്ന് സെലക്ട് ചെയ്തുകൊണ്ടുള്ള സർക്കാരിനെതിരെയുള്ള നെഗറ്റീവ് വാർത്തകൾ കൂടി പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. ഇതിൽ സംബന്ധിച്ച് സ്മൃതി ചില സുപ്രീം കോടതി വിധികളും നിലവിലുള്ള ചട്ടങ്ങളൊക്കെ ഉദ്ധരിച്ചു. അപ്പോൾ അതൊന്നും ഞങ്ങൾ തെറ്റിച്ചിട്ടില്ല, ഞങ്ങളെല്ലാം നിയമപരമായി കൃത്യമായിട്ടാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് അവരുടെ അവകാശവാദം. പക്ഷേ ഇവിടെ 2015 കോമൺ കോസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നുള്ള 2015 കോടതി വിധിയിൽ കൃത്യമായിട്ട് സുപ്രീം കോടതി ഇത് സംബന്ധിച്ചിട്ടുള്ള പാരാമീറ്റേഴ്സ് വരച്ചു വെച്ചിട്ടുണ്ട്. അതിൽ കൃത്യമായിട്ട് സുപ്രീം കോടതി സൂചിപ്പിക്കുന്നുണ്ട്, സർക്കാരിന്റെ ഭരണനേട്ടങ്ങൾ പ്രചരിപ്പിക്കാൻ മാത്രമായിരിക്കണം പരസ്യം എന്ന് പറയുന്നത്. അത് തന്നെ രാഷ്ട്രീയമായിട്ട് നേട്ടം ഉണ്ടാക്കാനായിരിക്കരുത്, കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കണം. പ്രതിപക്ഷത്തെ രാഷ്ട്രീയമായിട്ട് അവരെ ആക്രമിക്കുന്നതാവരുത് എന്ന് കൃത്യമായി പറയുന്നുണ്ട്. അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ ഇകഴ്ത്തിക്കാട്ടുന്നതാവരുത്, രാഷ്ട്രീയ എതിരാളികളെ ഇകഴ്ത്തിക്കാട്ടുന്നതാവരുന്ന് കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ വളരെ സുപ്രീം കോടതി ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചിട്ട് ഏതാനും വർഷങ്ങളെ ആയിട്ടുള്ളൂ. ഇതെല്ലാം നമ്മുടെ മുൻപിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് രാജ്യത്ത് നിലവിലിരിക്കുന്ന ചട്ടങ്ങളെയും നിയമങ്ങളെയും സുപ്രീം കോടതി വിധികളെയും ഒക്കെ അതിലംഘിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങ് പരസ്യം കൊടുത്ത് കളയും എന്ന രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിട്ടുള്ളത്. ഈ CPM-കാർ മനസ്സിലാക്കേണ്ടത് PRD എന്ന് പറഞ്ഞാൽ പിണറായിയുടെ റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്നല്ല, അത് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് ഓഫ് കേരളയാണ്. ഞാൻ ഇന്നിപ്പോ ഈ ചർച്ചയിൽ വരുന്നതിന് തൊട്ട് മുൻപായിട്ട് എന്റെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിൽ ഒരു കാര്യം പുറത്തുവിട്ടിട്ടുണ്ട്. അത് ഈ PRD ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഉദ്യോഗസ്ഥൻ ജീവൻലാൽ, അദ്ദേഹം ചെയ്തിട്ടുള്ളത് എന്താ? അദ്ദേഹം CPM-ന്റെ ഈ കിണർഗോലുവിന്റെ സൈബർ ടീമുകളുണ്ടല്ലോ, ഈ കിണർഗോലു സൈബർ ടീമിന്റെ ഭാഗമായിട്ട് പ്രതിപക്ഷ നേതാവിനെതിരെ അങ്ങേയറ്റം മോശപ്പെട്ടിട്ടുള്ള രീതിയിലുള്ള കള്ളപ്രചരണങ്ങൾ സ്വന്തം മൊബൈൽ നമ്പറിൽ നിന്ന് വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ പ്രചരിപ്പിക്കുകയാണ്.
ഇതാണ് PRD ഡിപ്പാർട്ട്മെന്റിലെ സർക്കാരിന്റെ ശമ്പളം പറ്റുന്ന നേരത്തെ കൈറയിൽ ജോലി ചെയ്തിരുന്ന ഒരു മഹാമാന്യൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ സ്ക്രീൻഷോട്ട് അടക്കമുള്ള കാര്യങ്ങളാണ് ഞാൻ പങ്കുവച്ചിട്ടുള്ളത്. അപ്പൊ സർക്കാരിന്റെ ശമ്പളം പറ്റിക്കൊണ്ട് ഇത്തരം കിണർപോലു ടീമുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത്തരം വൃത്തികേടുകൾ കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട് എന്നുള്ളത് തിരിച്ചറിയണം. പിന്നെ ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞാൽ എന്താണ് വസ്തുതാവിരുദ്ധമായിട്ടുള്ളതെന്നൊക്കെ പറയുമ്പോൾ നമുക്കതെല്ലാം സംബന്ധിച്ച് കൃത്യമായിട്ട് എത്രയോ ചർച്ചകൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. ഇനി ഞാൻ ഈ വിഷയത്തിൽ ആ പരസ്യത്തിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങളുടെ വസ്തുതകളിലേക്ക് പോയി ചർച്ച ചെയ്യാനാണെങ്കിൽ നമുക്ക് ദിവസങ്ങളോടത്ത് ചർച്ച ചെയ്യാം. നേരത്തെയും ചർച്ച നടത്തിയിട്ടുണ്ട്. അതിൽ ഇവിടെ ബഹുമാനപ്പെട്ട അരുൺകുമാർ പറയുന്ന ഒരു കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ആ പരസ്യത്തിൽ ഒരു കാര്യത്തോട് അദ്ദേഹത്തിന് പോയി യോജിക്കാൻ കഴിയാത്തൊരു കാര്യമുണ്ട്. KSRTC ലാഭത്തിലായി എന്ന് പറയുന്നു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഗണേഷ് കുമാറിന്റെ ഒരു ഇന്റർവ്യൂ കൊണ്ട് അതിൽ ചോദിക്കുന്നുണ്ട്, കഴിഞ്ഞ 10 വർഷക്കാലത്തിനുള്ളിൽ KSRTCയിൽ ഒരാളെ പോലും പുതുതായി ജോലിക്ക് എടുത്തിട്ടില്ല. അപ്പോൾ ഗണേഷ് കുമാർ പറയുന്നത് ഒരു ബസ് നോക്കാൻ വേണ്ടി 10-16 പേരുണ്ടായിരുന്നു, അത്രയും ആളുകളുടെ ആവശ്യമില്ല, അതുകൊണ്ട് ഞങ്ങൾ KSRTCയിലെ ജോലിക്കാരുടെ എണ്ണം അങ്ങോട്ട് കുറച്ചു. UDF ഭരിക്കുന്ന സമയത്ത് 40,000-ലധികം പേര് ജോലി ചെയ്തിരുന്ന KSRTCയിൽ ഇപ്പൊ LDF ഭരിക്കുമ്പോൾ 10,000-18,000 പേര് മാത്രമേ ഇപ്പൊ ജോലി ചെയ്യുന്നുള്ളൂ. 10-20,000-ലധികം മലയാളികളുടെ ജോലി ഈ കേരളത്തിലെ ഏറ്റവും വലിയ തൊഴിൽദാതാവായിരുന്ന പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്നും 10-20,000-ലധികം യുവാക്കളുടെ ജോലി ഇല്ലാതാക്കിയ സർക്കാരാണ് പിണറായി വിജയന്റെ സർക്കാർ എന്ന് ആരാ പറഞ്ഞത്? ഈ KSRTCയുടെ ചുമതലയുള്ള മന്ത്രിയായിട്ടുള്ള ഗതാഗത വകുപ്പ് മന്ത്രിയായിട്ടുള്ള ഗണേഷ് കുമാർ വലിയ അവകാശവാദം പോലെ പറയുക മാത്രമല്ല ഇനിയും എണ്ണം കുറയ്ക്കണം എന്നാണ് പറഞ്ഞത്. ഇനിയും എണ്ണം കുറയ്ക്കണം എന്ന് പറയുന്നു. ഇവിടെ രാജ്യത്ത് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ആളുകളുടെ റിക്രൂട്ട്മെന്റ് ഇല്ലാതാകുന്നതിനെതിരെ കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനെതിരെ സമരം ചെയ്യുന്ന പാർട്ടികളാണ് അരുൺകുമാറിന്റെ പാർട്ടിയും എന്റെ പാർട്ടിയും ഒക്കെ. അപ്പൊ അരുൺകുമാറിന് ഈ കേരളത്തിലെ ഏറ്റവും വലിയ തൊഴിൽദാതാവായിരുന്ന പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്ന് 10,000-കണക്കിന് ആളുകളുടെ തൊഴിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള സാഹചര്യം, ആ സാഹചര്യത്തോട് DYFI നേതാവ് കൂടിയായിട്ടുള്ള ഈ അരുൺകുമാറിന് എന്താ പറയാനുള്ളത്? ശരി, ശരിയല്ലേ, യാഥാർത്ഥ്യമല്ലേ ചൂണ്ടിക്കാണിച്ചെന്നുള്ളതാണ്. ഇന്നു മുതൽ ലോഡ് ഷെഡിംഗ് എന്നതും പരീക്ഷ എഴുതിയത് പുസ്തകം അതൊക്കെ യാഥാർത്ഥ്യമല്ലേ എന്ന ചോദ്യത്തിനുള്ള മറുപടി. സ്മൃതി, അവിടെ ഒരു അപകടം ഇരിക്കുന്നത്, അപ്പൊ ഈ പരസ്യം കൊടുത്തതിലെ നിയമവിരുദ്ധതയും ഈ പരസ്യം കൊടുത്തതിലെ ധാർമ്മിക വിരുദ്ധതയും ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നുള്ളതാണ്. ആദ്യം ചർച്ച ചെയ്യപ്പെട്ട വിഷയം ഇത് നിയമവിരുദ്ധമായിട്ടുള്ള പരസ്യമാണ്. പ്രതിപക്ഷത്തിനെതിരെ സർക്കാരിന്റെ ഖജനാവിലെ പണം ഉപയോഗിച്ചുകൊണ്ട് ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഇല്ലാതാക്കിക്കൊണ്ട് സുപ്രീം കോടതി കോമൺ കോഴ്സ് വേഴ്സ് ഓഫ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നുള്ള വിധിയിൽ പറയുന്നത് പോലെ ലെവൽ പ്ലേയിങ് ഫീൽഡ് ഇല്ലാതാക്കുകയാണ്. ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തുല്യതയ്ക്കുള്ള അവകാശം അത് ഈ രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളതാണ്. ആ അവകാശം പ്രതിപക്ഷത്തിന് നിഷേധിച്ചുകൊണ്ട് സർക്കാരിന്റെ പണം ഉപയോഗിച്ചുകൊണ്ട് ധൂർത്തും ധാരാളിത്തവും നടത്തിയാണ്. ഈ കേരളത്തിൽ മുഴുവൻ നോക്കൂ, പിണറായി വിജയന്റെ മുഖം വെച്ചിട്ടുള്ള ഹോർഡിങ്സ് ഇങ്ങനെ ഉയർന്നിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഉറുപ്പിക വാരി വെതറുകയാണ് കേരളത്തിൽ. ഇത് മുഴുവൻ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുൻപ് സർക്കാരിന്റെ പണം ഉപയോഗിച്ച് നടത്തുന്ന ഈ ധൂർത്തും ധാരാളിത്തവും ഒക്കെ ആരുടെ പണമാണ്? ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഉറുപ്പിക കടം വാങ്ങി മുടിഞ്ഞു പോയൊരു നാട്, ആ നാട്ടിലെ ഖജനാവിലെ അവസാനത്തെ പൈസ എടുത്ത് കത്തുന്ന പുരയിൽ നിന്ന് അവസാനത്തെ കഴുക്കോല് മൂരിയെടുത്തുകൊണ്ട് നടത്തുന്ന ഈ പരസ്യ മാമാങ്കം കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട്. അതിലെ ധാർമ്മികതയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്, അതിലെ നിയമവിരുദ്ധതയാണ് ചോദ്യം ചെയ്യുന്നത്. ഇനി നിങ്ങൾ അതിലെ ആ പരസ്യത്തിൽ പറഞ്ഞ കാര്യങ്ങൾ വിഷയങ്ങളാണെങ്കിൽ അത് മുഴുവൻ ചർച്ച ചെയ്യാൻ തയ്യാറാണ്. ഒറ്റ ഉദാഹരണം, സന്ദീപ്, ജനത്തിന്റെ പണം എന്നുള്ള വാദം ഈ കേസിൽ നിങ്ങൾക്ക് വാദിക്കാം. പക്ഷെ നേരത്തെ 2 കേസിലും നിങ്ങൾ വാദിച്ച ആ വാദം സർക്കാരിന്റെ വാദം കോടതിയിൽ പൊളിഞ്ഞു കേട്ടോ. അല്ല, ക്ഷമിക്കണം, പ്രതിപക്ഷത്തിന്റെ വാദം. സ്മൃതി, അത് രണ്ടും വേറെ കേസുകളാണ്. അത് സംബന്ധിച്ച് വേറെ ചർച്ച ചെയ്യാന്ന് ഞാൻ ഇന്നത്തെ വിഷയത്തിൽ നിങ്ങൾ ഈ CP അരുൺകുമാറിന് ഈ ചർച്ച വഴിതെറ്റിക്കാൻ ആഗ്രഹമുണ്ട്. ന്യൂസ് ആങ്കറും ആ വഴിക്കങ്ങ് പോകല്ലേ. ഇന്നത്തെ വിഷയം ചർച്ച ചെയ്യുന്നത്. ഇപ്പൊ ഇന്നത്തെ കാര്യത്തിൽ എന്താ കൃത്യമായിട്ട് പറയാനുള്ളത്? സ്മൃതി ചോദിച്ചു എന്താണ് ഇതിലെ വിഷയങ്ങളിൽ അവർ പരസ്യത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് നമുക്ക് ഇപ്പൊ പവർ കട്ടിന്റെ കാര്യം പറഞ്ഞു. നോക്ക്, എന്ത് വലിയ മണ്ടത്തരാ പറയുന്നത്. എങ്ങനെയാണ് കേരളത്തിൽ പവർ ജനറേഷൻ ഉണ്ടായത്, അല്ലെങ്കിൽ കേരളത്തിൽ പവർ കട്ടില്ലാത്ത സാഹചര്യം എങ്ങനെ ഉണ്ടായത് നമ്മൾ പരിശോധിക്കണ്ടേ? തൊട്ടപ്പുറത്ത് തമിഴ്നാട്ടിൽ 8 മണിക്കൂറും 10 മണിക്കൂറും പവർ കട്ട് ഉണ്ടായിരുന്നു. ഇന്ന് അവിടെയും പവർ കട്ടില്ലല്ലോ, അവിടെ പിണറായി അല്ലല്ലോ ഭരിക്കുന്നത്. അപ്പൊ എന്താ സംഭവിച്ചത്? രാജ്യത്ത് എന്താ മാറ്റം ഉണ്ടായത്? രാജ്യത്ത് എങ്ങനെ മാറ്റം ഉണ്ടായി? ഇന്തോ-US സിവിൽ ന്യൂക്ലിയർ ഡീൽ ഒപ്പിടുന്ന സമയത്ത് ഈ അന്നത്തെ UPA സർക്കാരിനെ വലിച്ചു താഴെയിടാൻ നോക്കിയവരാണ് അരുൺകുമാറിന്റെ പാർട്ടി. എന്തിനായിരുന്നു ഇന്തോ-US സിവിൽ ന്യൂക്ലിയർ ഡീൽ? ഇന്ത്യയിൽ ഊർജ്ജ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്.
നമ്മുടെ കൂടംകുളം ഉൾപ്പെടെയുള്ള രാജ്യത്ത് ആണവ നിലയങ്ങളുടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി UPA സർക്കാർ മുന്നോട്ട് വന്നപ്പോൾ, രാജ്യത്തെ ഊർജ്ജ സംരക്ഷണം ഉറപ്പുവരുത്താൻ വേണ്ടി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ സർക്കാർ മുന്നോട്ട് വന്നപ്പോൾ ആ സർക്കാരിനെ പിടിച്ച് താഴെയിടാൻ വേണ്ടി മുന്നിൽ നിന്നവരാണ് അരുൺകുമാറിന്റെ പാർട്ടിക്കാർ. ആരോടൊപ്പം ചേർന്ന് വോട്ട് ചെയ്തു? BJPയോടൊപ്പം ചേർന്ന് വോട്ട് ചെയ്തു. എന്തിന്? ഒന്നാം മൻമോഹൻ സിംഗ് സർക്കാരിനെ അധികാരത്തിന് താഴെയിടാൻ. എന്നിട്ട് ഈ രാജ്യത്ത് ഊർജ്ജ സംരക്ഷണം ഉറപ്പാക്കിയപ്പോൾ, രാജ്യത്തെ ഊർജ്ജ ഉത്പാദനം വർദ്ധിച്ചപ്പോൾ ഗ്രിഡ് സാങ്കേതിക വിദ്യയുടെ പുതിയ കാലഘട്ടത്തിൽ പുതിയ സാങ്കേതിക വിദ്യ ഒന്ന് ഗ്രിഡ് അടക്കമുള്ള സംവിധാനങ്ങൾ വർദ്ധിച്ചപ്പോൾ രാജ്യത്ത് തമിഴ്നാട് അടക്കമുള്ള വൈദ്യുതി ഷോർട്ടേജ് ഉണ്ടായിരുന്ന മിക്ക സംസ്ഥാനങ്ങളും പവർ കട്ട് ഇല്ലാതായി. അത് ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനത്തും വന്നിട്ടുള്ള ഒരു ഫിനോമിനയാണ്, കേരളത്തിൽ മാത്രമൊന്നുമല്ല. ഇനി ഒരു കാര്യം കൂടി പറയാം. അങ്ങനെയാണെങ്കിൽ ഈ മേനി അടിക്കുന്നവരൊന്ന് പറയണം, ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ നിന്ന് പോകുമ്പോൾ കേരളത്തിൽ ഒരു ദിവസത്തെ വൈദ്യുതി ഉപയോഗം എന്ന് പറയുന്നത് 4400 മെഗാവാട്ട്. ഇന്നത് 5500 മെഗാവാട്ടാണ്. 1100 മെഗാവാട്ടിന്റെ വൈദ്യുതി ഉപഭോഗം വർദ്ധിച്ചു. നിങ്ങൾ 10 വർഷം കൊണ്ട് എത്ര മെഗാവാട്ട് വൈദ്യുതി കൂടുതലായിട്ട് ഉത്പാദിപ്പിക്കാൻ തുടങ്ങി? കേവലം 150 മെഗാവാട്ട്. ബാക്കി മുഴുവൻ നാഷണൽ ഗ്രിഡിൽ നിന്ന് എടുക്കുകയാണ്. അത് വലിയ വിലയ്ക്ക്, കൂടിയ വിലയ്ക്ക് കോർപ്പറേറ്റ് കമ്പനികളിൽ നിന്ന് എടുക്കുകയാണ്. എന്നിട്ട് KSEB വലിയ കടക്കടയിലേക്ക് പോകുന്നു. അതാണ് നാട്ടിലെ സാഹചര്യം എന്ന് പറയുന്നത്. KSRTC 10,000 പേരെ തൊഴിലില്ലാതാക്കിക്കൊണ്ട് KSRTC ലാഭത്തിലായേ എന്ന് വ്യാജ അവകാശവാദം ഉന്നയിക്കുകയാണ്. വ്യാജ അവകാശവാദം. അങ്ങനെ 10,000 പേരെ തൊഴിലില്ലാതാക്കിയ ആ നടപടിയോട് എങ്ങനെയാണ് DYFIയുടെ നേതാവായിട്ടുള്ള അരുൺകുമാർ യോജിക്കാൻ കഴിയുന്നത്? ദേശീയ തലത്തിൽ നാഷണൽ ഗ്രിഡ് അടക്കമുള്ള കാര്യങ്ങൾ വന്ന് നമ്മുടെ ന്യൂക്ലിയർ, അതല്ലെങ്കിൽ ആണവ വൈദ്യുതി, അതല്ലെങ്കിൽ നമ്മുടെ റിന്യൂവബിൾ എനർജി, അതിലൊക്കെ വന്നിട്ടുള്ള സാങ്കേതിക വിദ്യയുടെ പരിഷ്കരണത്തിന്റെ ഭാഗമായിട്ട് വൈദ്യുതി ഉത്പാദനം വർദ്ധിപ്പിച്ചതിന്റെ ഭാഗമായിട്ട് രാജ്യത്ത് മിക്ക സംസ്ഥാനങ്ങളിലും പവർ കട്ട് ഇല്ലാതായപ്പോ നിങ്ങൾ മറ്റു സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്യാത്തോണ്ടാ? അപ്പൊ തമിഴ്നാട്ടിലെ വൈദ്യുതി പവർ കട്ട് ഇല്ലാതായത് എങ്ങനെയാ ഒന്ന് പറയാവോ? ഇപ്പൊ തിരുപ്പൂരും കോയമ്പത്തൂരും അടക്കമുള്ള നമ്മുടെ ഈ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയുള്ള സ്ഥലങ്ങളിലൊക്കെ പണ്ട് ജനറേറ്റർ വാങ്ങി 8 മണിക്കൂറും 10 മണിക്കൂറായിരുന്നു അവിടെ ഈ ഉത്പാദനം നടന്നിരുന്നത്. ഇപ്പൊ എന്താ അവസ്ഥ? അവിടെ ഇല്ലാതായില്ലേ? അപ്പൊ ഇതെല്ലാം നടന്നിട്ടുള്ള ഈ മാറ്റങ്ങളൊക്കെ ഞങ്ങളുടേതാണെന്ന് മെയിൻ അടിച്ചുകൊണ്ട് കള്ളം പറഞ്ഞുകൊണ്ടാണ് ഈ പരസ്യം കൊടുത്തത്. കള്ളം അതല്ല പ്രശ്നം. ആ കള്ളം പറഞ്ഞ് പരസ്യം കൊടുത്തതേ അല്ല പ്രശ്നം. അത് കള്ളമാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധമൊക്കെ മലയാളികൾക്കുണ്ട്. ഈ പിണറായി വിജയനും സംഘവും പറയുന്ന മുഴുവൻ പച്ചക്കള്ളമാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ബോധവും ബുദ്ധിയും മലയാളികൾക്കുണ്ട്. ഇവര് അമ്പലക്കള്ളന്മാരാണ്. നാട്ടിലെ ശബരിമല ശ്രീധർമ്മശാസ്താവിന്റെ സ്വർണം കട്ടവന്മാരാണ്, കള്ളന്മാരാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി മലയാളികൾക്കുണ്ട്. പക്ഷേ പ്രശ്നം അതല്ല. ഖജനാവിലെ പണം ഉപയോഗിച്ചുകൊണ്ട്, ഞാനും നിങ്ങളും കൊടുക്കുന്ന നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് പിണറായി വിജയന്റെ അവദാനം പാടാനും ജയ പാടാനും കാരണഭൂതിന് തിരുവാതിരക്കളി പാട്ടുണ്ടാക്കാനും അല്ല ഈ പണമൊക്കെ ഉപയോഗിക്കേണ്ടത്. മനസ്സിലായല്ലോ? അതൊക്കെ നിങ്ങളെ പോക്കറ്റിൽ നിങ്ങൾ പിരിച്ച പണം കൊണ്ടങ്ങ് നടത്തണം, സർക്കാരിന്റെ പണം കൊണ്ട് നടത്തേണ്ടതല്ല. ശരി, ജയചന്ദ്രൻ, ഇപ്പോൾ സർക്കാരും ഭരണപക്ഷ പാർട്ടിയും തമ്മിലുള്ള വേർതിരിവ് എന്ന് പറയുന്നത് നേരിയ ഒരു ചെറിയ വര പോലെയാണ്. ആ വേർതിരിവില്ലാത്ത വിധം ഒന്നിനു വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന രൂപത്തിലാണോ ഇപ്പോൾ ഈ പരസ്യത്തെ കാണേണ്ടത്? PRD വഴി സർക്കാരിന്റെ നേട്ടങ്ങൾ വിശദീകരിക്കാം, പക്ഷേ മുൻ സർക്കാരിന്റെ കോട്ടങ്ങൾ എടുത്തു പറയുന്ന ഒരു പേജ് ഒരു സർക്കാർ സംവിധാനം PRD എന്ന വകുപ്പ് എങ്ങനെ അത് ചെയ്യും? അത് ചട്ടവിരുദ്ധമല്ലേ? സ്മൃതി, അതിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് സന്ദീപ് വാര്യർ പറഞ്ഞ പരസ്യത്തിന്റെ കണക്കിന് ഒരു കാര്യം പറയാനുണ്ട്. ഈ കോടിക്കണക്കിന് ചിലവാക്കുന്നു എന്ന് പറഞ്ഞതിനെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിലെ 28/10/2019 അന്ന് MLA ആയിരുന്ന KV അബ്ദുൽ ഖാദറിന്റെ ഒരു ചോദ്യത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ രേഖാമൂലം അസംബ്ലിയിൽ ഒരു മറുപടി നൽകി. ആ മറുപടിയിൽ പറയുന്നത്, വിശദമായ കണക്കുണ്ട് എൻ്റെ കയ്യിൽ, വേണമെങ്കിൽ വായിക്കാം, എങ്കിലും ചോദ്യം ഇതായിരുന്നു: മുൻ സർക്കാരിൻ്റെ കാലത്ത് PRD വഴി പരസ്യത്തിന് എത്ര രൂപയാണ് ചെലവഴിച്ചത് എന്നത് സംബന്ധിച്ച് കണക്കുകൾ വിശദമാക്കാമോ? അപ്പോൾ 2011-12 മുതൽ 2015-16 വരെ 24/6/2016 വരെയുള്ള കണക്കാണ് വെച്ചേക്കുന്നത്. അതിൽ മൊത്തം പറയുന്നത് PRD വഴി പരസ്യത്തിന്, ഗവൺമെന്റ് പരസ്യത്തിന് വേണ്ടി ചെലവാക്കിയ തുക 158 കോടി രൂപ 85,588. 158 കോടി 85,558 രൂപയാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പരസ്യത്തിനായി മാത്രം PRD വഴി ചെലവഴിച്ച തുക എന്നാണ് രേഖാമൂലം മറുപടി കൊടുത്തത്. ആ മറുപടി എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അത് ഈ സമയക്കുറവുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോവാത്തതാണ്. പിന്നെ താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് നേരെ വന്നാൽ, ഇതിൻ്റെ അകത്ത് മുൻ സർക്കാരിനെ ഇകഴ്ത്തുകയും ഉമ്മൻചാണ്ടി സർക്കാരിനെ ഇകഴ്ത്തുകയും പിണറായി സർക്കാരിനെ പുകഴ്ത്തുകയും ചെയ്യുന്ന പരസ്യമാണല്ലോ PRD ചെയ്തത് എന്ന്. ഞാൻ അങ്ങനെ കാണുന്ന ആളല്ല ഇക്കാര്യത്തിൽ. കാരണം ഇതിൽ ഇകഴ്ത്തലിൻ്റെയോ പുകഴ്ത്തലിൻ്റെയോ പ്രശ്നം വരുന്നില്ല എന്നാണ് എൻ്റെ പക്ഷം. പക്ഷേ മറ്റൊരു കാര്യമുണ്ട്. ഇവിടെ പ്രധാനമായിട്ട് ഞാൻ കാണുന്നത് ഇതൊരു പ്രവണതയാണ്, ഒരു ട്രെൻഡിനെയാണ്
കമ്പയർ ചെയ്യുന്നത്. 2011-16 ഗവൺമെൻറ്റിൻ്റെ കാലത്തെ ചില പ്രവണതകൾ, അതേപോലെ തന്നെ ഈ കഴിഞ്ഞ ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്തെ 10 വർഷക്കാലത്തെ ചില പ്രവണതകൾ, ആ ട്രെൻഡ്, ആ രണ്ട് ട്രെൻഡിന്റെയും കമ്പാരിസൺ ആണ് ഇതിന്റെ അകത്ത് പ്രധാനമായിട്ടും ഞാൻ കാണുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കാണാം, നോക്കൂ, അങ്ങേക്ക് കാണാം, രാഷ്ട്രീയ പാർട്ടിക്ക് കാണാം, തെറ്റില്ല. പക്ഷെ PRDക്ക് ചെയ്യാമോ എന്നുള്ളതാണ് ചോദ്യമെന്നേ. PRD ഒരു സർക്കാർ സംവിധാനമായി പ്രവർത്തിക്കുമ്പോൾ സർക്കാരിന്റെ തുടർച്ചയാകുമ്പോൾ, അതാണ് മുൻ സർക്കാരിന് അങ്ങ് പറയുന്ന തുടർച്ചയാണ് എന്ന് പറയുക, അങ്ങും പറയുന്ന തുടർച്ചയാണ് എന്ന്. അപ്പോൾ ചില കാര്യങ്ങൾ ശരിയാക്കി എന്ന് പറയുമ്പോൾ കുഴപ്പങ്ങൾ പറയാൻ PRD ചുമതലപ്പെടുത്തിയിട്ടില്ല ശ്രീ ജയേന്ദ്രൻ. അത് ചെയ്തുകൂടാ. നമുക്കറിയാലോ, സർക്കാർ ഉദ്യോഗസ്ഥർ അല്ല, സർക്കാരിനെ വിമർശിച്ച് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാൽ സർക്കാർ ഉദ്യോഗസ്ഥന് എന്താണ് വിധി? ആ സർക്കാർ ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റും, സസ്പെൻഷൻ ഉണ്ടാകും. നമ്മൾ കണ്ടിട്ടില്ല, എത്ര വാർത്തകൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ സർക്കാർ സംവിധാനത്തെ കുറ്റപ്പെടുത്തുക? അങ്ങ് പറയുന്നു പിണറായി സർക്കാരിനെ മാത്രം പുകഴ്ത്തി പറയാം എന്നാണോ പറയുന്നത്? പുകഴ്ത്തി പറയാം, അതോടൊപ്പം തന്നെ ഈ വിമർശനങ്ങളെല്ലാം എന്ന് കരുതുന്നുണ്ടോ? ഇന്നു മുതൽ ലോഡ് ഷെഡിംഗ്, കേരളം ഇനി ഇരുട്ടിൽ എന്ന് വെച്ചാൽ എന്താണ്? വളരെ പോസിറ്റീവായ കാര്യമാണോ? ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞു വന്നതാണ്. ഇതിൻ്റെ അകത്ത് ഇകഴ്ത്തലിൻ്റെയോ പുകഴ്ത്തലിൻ്റെയോ പ്രശ്നം കാണുന്നവർക്ക് അങ്ങനെ കാണാം. അത് സ്മൃതിക്ക് അങ്ങനെ കാണാൻ ഇഷ്ടമെങ്കിൽ താങ്കൾക്ക് അങ്ങനെ കാണാം. അതിൽ ആർക്കൊന്നും പറയാൻ കഴിയില്ല. ഞാൻ പറഞ്ഞത് ഇത് ഇകഴ്ത്തലിൻ്റെയോ പുകഴ്ത്തലിൻ്റെയോ പ്രശ്നമല്ല, ശരിയുടെയോ തെറ്റിൻ്റെയോ പ്രശ്നമല്ല. ഇത് രണ്ട് പ്രവണതകളെയാണ് കമ്പയർ ചെയ്യുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. അതാണ് PRD ചെയ്തിരിക്കുന്ന. അതാണ് PRD ആരെയെങ്കിലും പുകഴ്ത്തുന്നില്ല, ആരെയെങ്കിലും ഇകഴ്ത്തുന്നുമില്ല. PRD ആരുടെയെങ്കിലും ശരികളെ ചൂണ്ടിക്കാണിക്കുന്നില്ല, PRD ആരുടെയെങ്കിലും തെറ്റുകളെ പറ്റി ചൂണ്ടിക്കാണിക്കുന്നുമില്ല. പക്ഷെ PRD രണ്ട് ഭരണകാലഘട്ടത്തിലെ രണ്ട് പ്രവണതകളെ താരതമ്യപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ അകത്ത് എന്ത് വേണം നിലപാടെടുക്കണം തീരുമാനിക്കേണ്ടത് വായിക്കുന്ന ജനങ്ങളാണ്. അല്ലാതെ PRDയെ ചട്ടവും നിയമവും ഒന്നും പറഞ്ഞ ഇക്കാര്യത്തിൽ കുരുക്കാൻ ആർക്കും കഴിയില്ല. ട്രെൻഡിന്റെ പ്രശ്നമാണ്, രണ്ട് പ്രവണതകളാണ്. ശ്രീ ജയേന്ദ്രൻ, ട്രെൻഡ് പറയാൻ PRD ഏൽപ്പിച്ചിട്ടില്ലെന്നേ. PRDക്ക് അങ്ങനെ ഒരു ചുമതല, ഞാൻ ചോദിക്കുന്ന, അങ്ങ് ഒരു മാധ്യമ പ്രവർത്തനം കൂടിയാണല്ലോ, PRDക്ക് അങ്ങനെ വിമർശനം ഉന്നയിക്കാമോ? അതിനവർക്ക് അധികാരമുണ്ടോ? പിന്നെ PRD ചട്ടമല്ലേ ഞാൻ നേരത്തെ തുടക്കത്തിൽ കംപ്ലീറ്റ് ചെയ്തോട്ടെ. അതെ, ഞാൻ പറയട്ടെ. ഞാൻ പറയുന്നതാണ്, PRDയിൽ ഇത്തരം കാര്യങ്ങൾ താങ്കൾക്കും അറിയുമല്ലോ. ഞാൻ നിരന്തരം ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഈ PRDയിൽ കയറി ഇറങ്ങുന്ന ഒരാളായതും കൂടെ പറയുകയാണ്. ഇതിന് ഒരു സെക്ഷൻ ഓഫീസറുണ്ട്. ഈ ഇത്തരം കാര്യങ്ങളിൽ വെറുതെ ആരെങ്കിലും ഇപ്പം ആരോപിക്കുന്നത് പോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കടലാസിൽ ഒപ്പിട്ട് കൊടുത്താൽ നടക്കുന്ന പണിയല്ല ഇത്. ഇതിനാദ്യം ഒരു സെക്ഷൻ ഓഫീസറുണ്ട്, അയാൾക്ക് പിന്നെ അതിന് താഴെ ഒരു ഇൻഫർമേഷൻ ഓഫീസറുണ്ട്, അല്ലെങ്കിൽ എഡിറ്റർ. ഇൻഫർമേഷൻ ഓഫീസർക്ക് താഴെ വീണ്ടും ഉണ്ട് അസിസ്റ്റന്റ് എഡിറ്റർ ഉണ്ട്. ഈ അസിസ്റ്റന്റ് എഡിറ്റർ കഴിഞ്ഞിട്ട് പിന്നെ ലോവർ ലെവൽ ഇൻഫർമേഷൻ ഓഫീസറുണ്ട്. ഇവരെല്ലാം കണ്ടതിന് ശേഷം നേരെ സെക്രട്ടേറിയറ്റിലേക്ക് ബന്ധപ്പെട്ട വകുപ്പുകളിലേക്ക് പോവുകയാണ്. അത് ഒരു ജോയിന്റ് സെക്രട്ടറി കണ്ടിട്ട് പിന്നീട് PRD ഡയറക്ടർ അടുത്താണ് വരുന്നത്. അത്രയും ഒരു പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് ഒരു സംഗതി PRDയുടെ ഒരു കാര്യം, ചെറിയ കാര്യമാണെങ്കിലും വലിയ കാര്യമാണെങ്കിലും പിന്നെ അന്തിമമായിട്ട് ഒരു ഉത്തരവായിട്ട് വരുന്നത്. അല്ലാതെ ആരെങ്കിലും അവിടുന്ന് എഴുതി ഒപ്പിട്ടുകൊണ്ട് മാത്രം PRDയുടെ ഉത്തരവാവില്ല. അത് PRD ഡയറക്ടർ അങ്ങനെ ചെയ്യില്ല. ഇനി PRD ഡയറക്ടർക്ക് ഇത്തരം കാര്യങ്ങളിലാകുമ്പോൾ അദ്ദേഹം മിക്കവാറും കാര്യങ്ങളിൽ വകുപ്പ് സെക്രട്ടറിയുടെ കൂടെ അഭിപ്രായം തേടുകയും ചെയ്യാറുണ്ട്, എന്നിട്ടാണ് കൊടുക്കുന്നത്. ഇപ്പം ഈ പരസ്യം തന്നെ കേരളത്തിലെ മുഴുവൻ പ്രിന്റ് മീഡിയയ്ക്കും ദിനപത്രങ്ങൾക്കും കൊടുത്തിട്ടുണ്ട്. പക്ഷേ മലയാള മനോരമയും മാതൃഭൂമിയും വീക്ഷണവും ചന്ദ്രികയും മാത്രം അത് പ്രസിദ്ധീകരിച്ചില്ല. ഞാൻ മനസ്സിലാക്കിയത് അവർക്ക് ചില ഈ സ്പേസ് കൺസ്ട്രെയിൻസ് ഉണ്ടായിരുന്നു ഇന്ന്, അതുകൊണ്ട് അവർക്ക് പിന്നീട് ഒരു ദിവസം കൊടുക്കാനായിട്ട് റിസർവ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളതായിട്ട് കേൾക്കുന്നു. തെറ്റാണ് ശരിയാണെന്നുള്ളത് വേറെ കാര്യം. പക്ഷെ ബാക്കി മുഴുവൻ പത്രങ്ങളും ജന്മഭൂമി ഉൾപ്പെടെ കൊടുത്തു. രണ്ടാമത്തെ ഒരു കാര്യം, കേരളത്തിലെ മാധ്യമങ്ങളുടെ, അച്ചടി മാധ്യമങ്ങളുടെ കാര്യം ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. അച്ചടി മാധ്യമങ്ങളുടെ കാര്യം എടുത്താൽ പിന്നെ ദേശാഭിമാനിയും ജനയുഗവും ഒഴികെ സർക്കാർ അനുകൂല നിലപാടെടുക്കുന്ന മറ്റ് പത്രങ്ങൾ, ദിനപത്രങ്ങൾ ഇല്ല എന്ന പക്ഷക്കാരനാണ് ഞാൻ. അഭിപ്രായ വ്യത്യാസമുള്ളവരുണ്ടാവാം. പക്ഷേ ഈ പരസ്യം കിട്ടിയിരിക്കുന്ന ആർക്കാണ്? ഇപ്പൊ തെലങ്കാനയിൽ നിന്ന് സർക്കാർ പരസ്യം കൊടുക്കുന്നു, മാതൃഭൂമിക്ക് മനോരമയ്ക്ക് പരസ്യം കിട്ടുന്നു, മഹാരാഷ്ട്രയിൽ നിന്ന് സർക്കാരിന്റെ പരസ്യം കൊടുക്കുന്നു, ജന്മഭൂമിക്ക് മാത്രമേ അത് കിട്ടുന്നില്ല. അത്തരത്തിലുള്ള പ്രവണതകൾ ഇവിടെ ഉണ്ട്. അത് നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. ഇവിടെ തെലങ്കാന സർക്കാരിന്റെ പരസ്യം വരുന്നുണ്ട്, UP സർക്കാരിന്റെ പരസ്യം വരുന്നുണ്ട്. ചില പത്രങ്ങൾക്ക് അത് കിട്ടുന്നു, ചില പത്രങ്ങൾക്ക് കിട്ടുന്നില്ല. ശരിയാണ്. അങ്ങീ പറഞ്ഞ പോലെ ഇന്ന് വാർത്ത നിറഞ്ഞതുകൊണ്ട് പരസ്യം കൊടുക്കാഞ്ഞതല്ല. ചില പത്രങ്ങളെങ്കിലും ഞാൻ മനസ്സിലാക്കിയത് ഈ പരസ്യം കൊടുക്കാൻ പറ്റില്ല എന്ന് നിഷേധിച്ചു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
PRDയുടെ ജോലി എന്താണ് എന്ന കാര്യം അങ്ങേക്ക് കൃത്യമായി അറിയാം. PRDക്ക് 2 ഓപ്ഷൻസ് കൊടുത്ത് അതിലൊന്ന് നടപ്പാക്കലല്ല PRDയുടെ ജോലി. PRDക്ക് കൃത്യമായി സർക്കാരിന്റെ നേട്ടങ്ങൾ വിശദീകരിക്കാം. പക്ഷേ ഒരു തുടർച്ചയുടെ ഭാഗമായി നിൽക്കുന്ന PRDക്ക് മുൻ സർക്കാർ മോശം എന്ന് പറഞ്ഞാൽ അത് ചട്ടലംഘനമാണ്. അതാണ് ഞാൻ ഊന്നുന്നത്. ചട്ടലംഘനമാണ് എന്നുള്ള ആ ചട്ടമാണ് ഞാൻ അങ്ങേ വായിച്ചു കേൾപ്പിച്ചത്. അത് ഇവിടെ ബാധകമല്ല എന്ന് അങ്ങേക്ക് പറയാൻ പറ്റുമോ? അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഇതിന്റെ അകത്ത് താങ്കൾ ആരോപിക്കുന്നത് പോലെ ഇകഴ്ത്തലോ പുകഴ്ത്തലോ ഇല്ല. ഞാൻ പറയുന്നത് 2 ട്രെൻഡുകളെ കമ്പയർ ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. അതൊരു കോടതിയിലും ഇകഴ്ത്തലായിട്ടും പുകഴ്ത്തലായിട്ടും നിലനിൽക്കില്ല. ട്രെൻഡ് കമ്പയർ ചെയ്യാൻ PRDക്ക് അവകാശമില്ല. തീയതിയും കാലവും ഇല്ലാതെ വാർത്തയെന്ന രൂപത്തിൽ PRDക്ക് ഒന്നാമത് PRDക്ക് ഇങ്ങനെ വാർത്ത കൊടുക്കാൻ പറ്റില്ല. അത് ചട്ടലംഘനമാണ്. അതാണ് ഞാൻ വായിച്ചത്. ഏതൊക്കെ തരത്തിലാണ് ചട്ടലംഘനം വരുന്നത്? നിയമപരമായും ധാർമ്മികമായും ഒക്കെ തന്നെയും PRDയുടെ ചട്ടപ്രകാരവും ചട്ടവിരുദ്ധമാണ്. അല്ല, താങ്കൾ ആ പറഞ്ഞ ഒരു ഡിബേറ്റിംഗ് പോയിന്റ് ആണ്. അതിരിക്കട്ടെ, ഡിബേറ്റ് ചെയ്ത് തന്നെ പോട്ടെ, അല്ലെങ്കിൽ കോടതിയിൽ പോയി തീരുമാനമാക്കട്ടെ. എൻ്റെ ഒരു നിലപാട് ഇതാണ്. ഇതിലൊരു പ്രവണതയുടെ താരതമ്യമാണ് അവർ നിർവഹിച്ചിട്ടുള്ളത്. ആ താരതമ്യം നടത്തേണ്ടത് അനുവാചകരാണ്, അല്ലെങ്കിൽ വായനക്കാരാണ്. അതിന്റെ അപ്പുറത്തേക്ക് PRDക്ക് എന്തെങ്കിലും ഇതിനകത്ത് ഇകഴ്ത്തലോ പുകഴ്ത്തലോ ശരിയോ തെറ്റോ കണ്ടുപിടിക്കാനുള്ള ടൂളായിട്ട് PRD പലത്തിനും ഉപയോഗിക്കുന്നു എന്നുള്ള നിലപാട് എനിക്കില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ശരി, ഇതേ അഭിപ്രായമാണോ ശ്രീ ജോർജ് പൊടിപ്പാറയ്ക്കെന്നും എനിക്ക് അറിയേണ്ടതുണ്ട്. ശ്രീ ജോർജ് പൊടിപ്പാറ, PRD സർക്കാരിന്റെ നേട്ടങ്ങൾ വിശദീകരിക്കാനുള്ള സംവിധാനമാണ്. അതിലൊരു തർക്കവുമില്ല. ഈ പറയുന്ന 2ാമത്തെ പേജ് എടുത്ത് ആദ്യത്തെ പേജിൽ വെച്ചുകൊണ്ട് പരസ്യമാണ് എന്ന് വലിപ്പത്തിൽ എഴുതിക്കൊണ്ട് കൊടുത്തിരുന്നെങ്കിൽ പോലും കുഴപ്പമില്ലായിരുന്നു. ഇനിയിപ്പോൾ മുഖ്യമന്ത്രി ഈ നേട്ടങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഈ പറഞ്ഞ ലോഡ് ഷെഡിങ്ങും കേരളം ഇരുട്ടിലായിരുന്ന കാലത്തിൽ നിന്നും ഇപ്പോഴും പറയുന്നതാണല്ലോ, ഒരു തലമുറ, ഒരു 2016 ജനിച്ച ഒരു കുഞ്ഞ് ലോഡ് ഷെഡിങ് എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. ആ വാദങ്ങളൊക്കെ പറഞ്ഞൊരു നീണ്ട ലേഖനം എഴുതാമല്ലോ. എന്തിനാ ഫ്രണ്ട് പേജിൽ തന്നെ പരസ്യമായിട്ട് തന്നെ മുഖ്യമന്ത്രിയുടെ ലേഖനം കൊടുക്കാമല്ലോ. അപ്പൊ എന്തിനാണ് PRD ഇത് ചെയ്യുന്നത് എന്ന ചോദ്യമില്ലേ? ആ ചോദ്യം തെറ്റാണോ ശ്രീ ജോർജ് പൊടിപ്പാറ? സ്മൃതി, ഇതിനകത്ത് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇങ്ങനെ ഒരു രീതിയിൽ പരസ്യം ചെയ്യാൻ, അതായത് മുൻ സർക്കാരിനെ സ്മൃതി ന്യായമായി ചൂണ്ടിക്കാണിച്ചതുപോലെ സർക്കാരുകൾ ഒരു നൈരന്തര്യമാണ്, ഒരു തുടർച്ചയാണ്. ആ സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കാനല്ലാതെ സർക്കാരിൻ്റെ നേട്ടങ്ങളെ ഉയർത്തി കാണിക്കാനും അത് പരസ്യം ചെയ്യാനും ഒക്കെയുള്ള അവകാശം PRDക്കുണ്ട്. അത് അവരുടെ ബാധ്യതയാണ്, അവരുടെ ഡ്യൂട്ടിയാണ്. പക്ഷെ PRD കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സർക്കാരിനെ, അതായത് കഴിഞ്ഞ സർക്കാരിൻ്റെ കോട്ടങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ സർക്കാരിൻ്റെ നേട്ടങ്ങളാക്കാനുള്ള ശ്രമം. PRD എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ചട്ടുകാകാൻ പാടില്ല. അതിന് നിയമപരമായ ബാധ്യതകളുണ്ട്, പരിമിതികളുണ്ട്. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ PRDക്ക് ആ നിയമപരമായ പരിമിതികളോടൊപ്പം തന്നെ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന സർക്കാർ വകുപ്പിന് ചില ധാർമ്മികതകൾ കൂടിയുണ്ട്. ആ ധാർമ്മികത എന്ന് പറയുന്നത് എവിടം വരെ പോകാം. ഒരു ജനാധിപത്യ സമ്പ്രദായത്തിൽ നമ്മൾ പാലിക്കേണ്ട കീഴ്വഴക്കങ്ങളും മര്യാദകളും മാന്യതകളുമുണ്ട്. എങ്കിലേ ജനാധിപത്യം പുലരൂ. അധികാരത്തിൽ ഇരിക്കുന്നു എന്ന ഒറ്റ കാരണത്താൽ നികുതിപ്പണം ഉപയോഗിച്ച് എന്തും ചെയ്യാം എന്നുള്ളൊരു ലൈസൻസ് ഒരു സർക്കാരിനുണ്ടോ എന്ന മൗലികമായ ചോദ്യമുണ്ട്. അങ്ങനെ ചെയ്യാൻ തുടങ്ങിയാൽ ഈ രാജ്യത്ത് ജനാധിപത്യം ഉണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഇതിനെ ന്യായീകരിക്കുന്ന ഈ പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ജയചന്ദ്രനും അതുപോലെ തന്നെ അരുൺകുമാറും ആലോചിക്കേണ്ടത്, ഇന്ത്യയിലെ 18 അല്ലെങ്കിൽ ഭൂരിപക്ഷം സംസ്ഥാനങ്ങളിലും ഇതിലപ്പുറവും രാജ്യം മുഴുവനും ചെയ്യാനുള്ള കഴിവും കരുത്തും അപ്പുറത്ത് കേന്ദ്രം ഭരിക്കുന്ന BJPക്കുണ്ട്. അപ്പോൾ അവർ ഇതേ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയാൽ ഇതെവിടെ ചെന്നെത്തും? അപ്പോൾ ഇതൊരു ധാർമ്മികതയുടെ, രാഷ്ട്രീയ മര്യാദയുടെ പ്രശ്നമാണ്. ആ മര്യാദ പാലിക്കാൻ ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ഭരിക്കുന്നവരും പ്രതിപക്ഷവും തയ്യാറാകുന്നില്ലെങ്കിൽ നമ്മൾ പിന്നെ ജനാധിപത്യത്തെക്കുറിച്ച് പരപ്പുറത്ത് കയറി നിന്നിട്ട് കൂവിയിട്ട് കാര്യമില്ല. ഇത് വളരെ എന്താ പറയുക, ഒരു ധാർമ്മികതയുടെയും രാഷ്ട്രീയ സദാചാരത്തിൻ്റെയും ഒരു നൈതികതയുടെയും ഒക്കെ പ്രശ്നമാണ്. ജനാധിപത്യം എന്ന് പറയുന്ന ഒരു സംസ്കാരമാണ്. ആ സംസ്കാരത്തിൽ പ്രതിപക്ഷത്തെ കൂടി ഉൾക്കൊള്ളാനും പ്രതിപക്ഷത്തെ കൂടി അംഗീകരിക്കാനും ഉള്ള ഒരു ബാധ്യത ഭരിക്കുന്നവർക്ക് കൂടുതലുണ്ട്. ഇവിടെ എന്താ ചെയ്യുന്നത്?
ഇവിടെ ചെയ്യുന്നത് സ്വന്തം കടമകൾ അല്ലെങ്കിൽ സ്വന്തം സർക്കാരിൻ്റെ നേട്ടങ്ങൾ എങ്ങനെ വേണമെങ്കിൽ പറയാനുള്ള അവകാശം സർക്കാരിനുണ്ട്. ഇപ്പോൾ സ്മൃതി അത് പലതവണ ആവർത്തിച്ചതുകൊണ്ട് ഞാനത് കൂടുതൽ പറയുന്നില്ല. അതായത് അത് തെറ്റല്ല. PRD ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് സർക്കാരിൻ്റെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും സർക്കാർ ചെയ്ത നല്ല കാര്യങ്ങൾ, സർക്കാരിൻ്റെ അവകാശവാദങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താനും ഏത് രീതിയിൽ പരസ്യം ചെയ്യാനും ആ പരസ്യങ്ങൾ എങ്ങനെയൊക്കെ ആ പരസ്യങ്ങളിലൂടെ ജനങ്ങളിലേക്ക് കാര്യങ്ങൾ കൺവേ ചെയ്യാനും PRDക്ക് ചുമതലയുണ്ട്. അതിനു വേണ്ടി തന്നെയാണ് PRD. അത് കേന്ദ്രത്തിലായാലും സംസ്ഥാനത്തിലായാലും ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചുമതല അതാണ്. അത് അവർ ചെയ്യുന്നതിനെ ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം, ഇതേ കാര്യം തന്നെ ഈ പത്രങ്ങളിൽ കൊടുക്കുന്ന ഇന്ന് കൊടുത്ത ആ പരസ്യം CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി അവരുടെ സ്വന്തം പണം മുടക്കി ഈ രീതിയിലുള്ളൊരു പരസ്യം ചെയ്താൽ അതിനെയും ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല. പക്ഷേ നികുതിദായകർ കൊടുക്കുന്ന പണം ഉപയോഗിച്ച് ഒരു സർക്കാർ അതിൻ്റെ എല്ലാ ധാർമ്മിക മര്യാദകളും സീമകളും ലംഘിച്ച് ജനാധിപത്യ മര്യാദകളും ലംഘിച്ച് ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ആയിരിക്കണം എന്നുള്ള ഒരു പൊതു കാഴ്ചപ്പാടിനെ അട്ടിമറിക്കുന്ന രീതിയിൽ ഒരു ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിനെ ഉപയോഗിച്ച് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ മാധ്യമ സ്വാതന്ത്ര്യവും നമ്മുടെ ജനാധിപത്യ സ്വാതന്ത്ര്യവും ഭരണഘടന അനുശാസിക്കുന്ന മര്യാദകളും എവിടെ പോയി എന്നുള്ളൊരു ചോദ്യം CPM ഇത് സ്വയം ചോദിക്കേണ്ട ചോദ്യമാണ്. ഇത്രത്തോളമൊക്കെ പോകാമോ? ഇതിനു മുമ്പ് ഏതെങ്കിലും ഒരു സർക്കാർ, UDF സർക്കാരോ ഇതിനു മുമ്പ് ഭരിച്ച LDF സർക്കാരോ VS സർക്കാരോ നയനാർ സർക്കാരോ EMS സർക്കാരോ അവരാരും നേട്ടങ്ങളില്ലാത്തവരൊന്നും അല്ല. അവരാരും ഇതുവരെ ഈ രീതിയിൽ മുൻപ് ഭരിച്ച സർക്കാരിനെ ഈ രീതിയിൽ താഴ്ത്തിക്കെട്ടുന്ന രീതിയിൽ അവരുടെ വീഴ്ചകൾ ഒരു ഒന്നാം പേജ് പരസ്യമായിട്ട് അത് വാർത്തയാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഇതിനെ ചൊല്ലി തന്നെ വലിയ ചർച്ചകളുണ്ട്. ഒരു മാധ്യമത്തിന് ഒരു അച്ചടി മാധ്യമത്തിന് ഇങ്ങനെ ജനങ്ങളെ കബളിപ്പിക്കുന്ന രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഒറ്റ നോട്ടത്തിൽ വാർത്തയാണെന്ന് ഏത് മനുഷ്യനും വിശ്വസിക്കുന്ന രീതിയിൽ ആ ഒരു ധാരണ സൃഷ്ടിക്കുന്ന രീതിയിൽ ഒരു ഒന്നാം പേജ് ചെയ്യാൻ പാടുണ്ടോ? അല്ലെങ്കിൽ പത്രത്തിൽ അങ്ങനെ ഒരു പേജ് തയ്യാറാക്കാൻ പാടുണ്ടോ എന്നുള്ളൊരു ചോദ്യം പണ്ട് മുതലേ ഉള്ളതാണ്. പിന്നെ ഇടക്കാലത്ത് വെച്ച് പണ്ടൊക്കെ ഒരു എഡിറ്റർ ഇത് അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല. പക്ഷേ പിൽക്കാലത്ത് നമ്മൾ കണ്ടു പ്രതീഷ് നന്ദിയെ പോലെയൊക്കെ ഉള്ളവർ പറഞ്ഞത് വാർത്തകൾക്കിടയിലെ സ്പേസ് അല്ലെങ്കിൽ പരസ്യങ്ങൾക്കിടയിലെ സ്പേസ് നിറയ്ക്കാനുള്ള ഒരു സംഗതി മാത്രമാണ് വാർത്തകൾ എന്ന രീതിയിലേക്കൊക്കെ നമ്മുടെ മാധ്യമ സങ്കല്പങ്ങൾ മാറിപ്പോയി. അത് വേറെ പ്രശ്നം. പക്ഷെ എങ്കിലും ഇത്രത്തോളമൊക്കെ ആകാവോ? നിയമപരമായിട്ട് അനുവാദമില്ലാത്ത, നിയമപരമായിട്ട് അവകാശമില്ലാത്ത, രാഷ്ട്രീയമായി ഒട്ടും മര്യാദയില്ലാത്ത ഈ രീതിയിലുള്ള പരസ്യം ചെയ്യൽ ഒരു ഇടതുപക്ഷ പാർട്ടിക്ക്, ഒരു ഇടതുപക്ഷ സർക്കാരിന് മനുഷ്യാവകാശങ്ങളെക്കുറിച്ച്, രാഷ്ട്രീയ ധാർമ്മികതയെക്കുറിച്ച്, ജനാധിപത്യ മൂല്യങ്ങളെക്കുറിച്ചൊക്കെ വല്ലാതെ വാചാലമാകുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഇത്രത്തോളമൊക്കെ ചെയ്യാൻ പാടുണ്ടോ? ഇന്ന് ഇവർ ചെയ്യുമ്പോൾ നാളെ ഭരണം മാറി വരുമ്പോൾ ഇതിനൊക്കെ അപ്പുറത്ത്, അല്ലെങ്കിൽ ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന കേന്ദ്ര സർക്കാർ ഇതിനൊക്കെ അപ്പുറത്തേക്ക് പോയി അവർക്ക് അതിനുള്ള സാമ്പത്തിക ശേഷിയുണ്ട്, സ്വാധീന ശേഷിയുണ്ട്. ഇതെല്ലാം മറന്ന് ഇപ്പോൾ ഈ സർക്കാർ ചെയ്യുന്നതിൻ്റെ അപ്പുറത്ത് കയറി കാര്യങ്ങൾ ചെയ്താൽ എങ്ങനെയാണ് വിമർശിക്കാൻ കഴിയുക? ഞങ്ങൾക്ക് അധികാരമുള്ളിടത്ത് ഞങ്ങൾ ഇഷ്ടമുള്ളതൊക്കെ ചെയ്യും. ഈ രാജ്യത്ത് നിങ്ങൾക്ക് എതിർപ്പുണ്ടെങ്കിൽ വേണമെങ്കിൽ കോടതി പൊക്കോ. കോടതി തന്നെ, ഹൈക്കോടതി ഒരു വിധി പറയും, അതിനപ്പുറത്തേക്ക് സുപ്രീം കോടതി ചെല്ലുമ്പോൾ വേറൊരു വിധി പറയും. ഇത് ആരുടെ വിധിയാണ് ശരിയെന്ന് പോലും പലപ്പോഴും നമ്മൾ അമ്പരന്ന് നിൽക്കുകയാണ്. ജനത്തിന്റെ വിധിക്ക് വേണ്ടിയാണല്ലോ. ജനം ഇന്ന് രാവിലെ പത്രം എടുത്ത് വായിക്കുമ്പോൾ, കേരളം ഇനി ഇരുട്ടിൽ എന്ന് വായിക്കുമ്പോൾ ജനം എന്ത് മനസ്സിലാക്കുന്നു എന്ന ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. ആ പരസ്യം കൊടുക്കാൻ തീരുമാനിച്ച പത്രങ്ങൾക്കും ഈ ചോദ്യം പറഞ്ഞോളൂ. അത് കൊടുക്കാൻ തീരുമാനിക്കാത്ത പത്രങ്ങൾക്ക് ഒരു സല്യൂട്ടുണ്ട്. കാരണം അവർ അത്രയും രാഷ്ട്രീയ മര്യാദ കാണിച്ചു. ഒരുപക്ഷെ അരുൺകുമാറിൻ്റെ ഭാഷയിൽ അത് ഈ പറഞ്ഞ പോലെ LDF വിരുദ്ധ പത്രങ്ങളാണ് എന്നൊക്കെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പത്രമാണ്, കുത്തക പത്രങ്ങളാണ്, മൂരാച്ചി പത്രങ്ങളാണ് എന്നൊക്കെ പറയാമെങ്കിലും മലയാള മനോരമയും മാതൃഭൂമിയും ആ പരസ്യം ഒന്നാം പേജിൽ അങ്ങനെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ, പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു സർക്കാരിനെ, മുൻ സർക്കാരിനെയും മുൻ മുഖ്യമന്ത്രിയെയും ഇകഴ്ത്തിക്കൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വലിയ സർക്കാർ പണം ഉപയോഗിച്ച്, ഡിപ്പാർട്ട്മെൻറ്റിന് ഉപയോഗിച്ച് ചെയ്യുന്ന ഈ പരിപാടി ഞങ്ങൾ കൊടുക്കാൻ തയ്യാറല്ല. അതിനകത്ത് ഞങ്ങളുടേതായ ഒരു രാഷ്ട്രീയ, ഞങ്ങളുടേതായ ഒരു മാധ്യമ മര്യാദ കാണിക്കാൻ ചില പത്രങ്ങളെങ്കിലും തയ്യാറായി എന്നുള്ളത് ഈ കെട്ടകാലത്ത്, പരസ്യത്തിനപ്പുറത്തൊന്നുമില്ലെന്ന് വിചാരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ചില മാധ്യമങ്ങളെങ്കിലും ആ പണം വേണ്ടെന്ന് വെക്കാനുള്ള ഒരു ധൈര്യം കാണിച്ചു. അവർക്കൊരു ബിഗ് സല്യൂട്ട്. കെ സരൺകുമാർ, 2 ഓപ്ഷൻ കൊടുത്തിട്ട് അതിലൊന്നു തിരഞ്ഞെടുക്കൂ എന്ന് പറയലല്ല PRDയുടെ ജോലി. അഡ്വക്കേറ്റ് കെ സരൺകുമാർ, അങ്ങനെ എങ്ങനെയാണത് അങ്ങേക്ക് വിശദീകരിക്കാനാവുക? ഇവിടെ ഏതായാലും
കോൺഗ്രസിന്റെ പ്രതിനിധി വലിയ നിയമപ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു. താങ്കൾ വായിച്ച പ്രശ്നങ്ങളൊക്കെ ഗൗരവമാണെന്നാണ് കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞത്. എന്നാൽ രാഷ്ട്രീയ നിരീക്ഷകനായ ശ്രീ ജോർജ് പൊടിപ്പാര പറഞ്ഞത് ധാർമ്മികതയുടെ പ്രശ്നം, രാഷ്ട്രീയ മര്യാദയുടെ പ്രശ്നം, നൈതികതയുടെ പ്രശ്നം, നിയമപരമായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ ആധികാരികമായിട്ട് പറയുന്നു, പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഗൈഡ് ലൈൻസ്, കൃത്യമായി അഡ്വർടൈസിംഗ് സ്റ്റാൻഡേർഡ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ എല്ലാ തരത്തിലുള്ള നിയമം, ഉപഭോക്തൃ സംരക്ഷണ നിയമം, ഇതെല്ലാം പാലിച്ചുകൊണ്ടുള്ള ഒരു പരസ്യമാണ് ഇന്ന് പത്രത്തിൽ വന്നത്. അവസാനം പറഞ്ഞതുപോലെ ഇവിടെ പലതവണ സൂചിപ്പിച്ചു, പഴയ സർക്കാർ മോശം എന്ന് പറഞ്ഞില്ലേ, പഴയ UDF സർക്കാരുമായി താരതമ്യപ്പെടുത്തിയില്ലേ. അല്ല, ഞാൻ ചോദിക്കുകയാണ്, അങ്ങ് പത്രത്തിന് പിഴവില്ല എന്നാണോ വിശദീകരിക്കുന്നത്? അടുത്ത പത്രങ്ങൾക്ക് പിഴവില്ല എന്നാണോ? അല്ല, നമ്മൾ പലതവണ പറഞ്ഞല്ലോ. അല്ല, മറ്റുള്ളവർ പറഞ്ഞപ്പോഴൊക്കെ കേട്ടിരുന്ന ആളല്ലേ, കുറച്ച് മര്യാദ എന്നോട് കാണിക്ക്. ഈ പരസ്യം PRD കൊടുത്തതിൽ ഒരു തെറ്റുമില്ല അങ്ങ് പറഞ്ഞല്ലോ. അല്ല, ആയിക്കോട്ടെ. ഇപ്പൊ ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഒരു തരത്തിലും താങ്കളോട് തർക്കിക്കാൻ വന്നതല്ല. എനിക്ക് സമയം തന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ വെറുതെ ഇരുന്നോളാം. ഇവിടെ മുൻ സർക്കാർ മോശം എന്നൊരു വാക്ക് ആ പരസ്യത്തിലുണ്ടോ? മുൻ UDF സർക്കാർ എന്നൊരു വാക്ക് ആ പരസ്യത്തിലുണ്ടോ? മുൻ കോൺഗ്രസ് സർക്കാർ എന്നൊരു വാക്ക് ആ പരസ്യത്തിലുണ്ടോ? ഉമ്മൻചാണ്ടിയുടെ ഭരണകാലം എന്ന് ആ പരസ്യത്തിലുണ്ടോ? അബ്ദുൾ റബ്ബിന്റെ ഭരണകാലം എന്ന് ആ പരസ്യത്തിലുണ്ടോ? ഒന്നുമില്ല. ആ പരസ്യത്തിൽ ആകെയുള്ളത് 10 വർഷങ്ങൾക്ക് മുമ്പ് മലയാള പത്രങ്ങളിൽ നിറഞ്ഞു നിന്ന വാർത്തകൾ കൊണ്ട് രൂപപ്പെടുത്തിയ 1-ാം പേജാണിത്. മലയാള പത്രങ്ങളിൽ നിറഞ്ഞു നിന്ന വാർത്തകൾ കൊണ്ട് രൂപപ്പെടുത്തിയ പേജാണ്. അന്ന് വന്ന മുഴുവൻ വാർത്തയും എടുത്തു കാണിക്കാം, ആർക്ക് സംശയമുണ്ടെങ്കിലും. ഏത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി നിങ്ങൾ പരാതി കൊടുത്താലും, ഏത് കോടതിയിൽ ഇത് നിങ്ങൾ ചലഞ്ച് ചെയ്താലും, കോൺഗ്രസിനെ വെല്ലുവിളിക്കുന്നു, BJPയെ വെല്ലുവിളിക്കുന്നു, ഈ നാട്ടിലെ ആരെയും വെല്ലുവിളിക്കുന്നു. നിങ്ങൾ കൊണ്ടുപോയി കേസ് കൊടു, നിങ്ങൾ കൊണ്ടുപോയി കേസ് കൊടു. ആ കേസ് കൊടുത്താൽ 10 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിന്റെ വിവിധ പത്രങ്ങളിൽ വന്ന വാർത്തയാണ് ഇത് എന്ന് അന്നത്തെ പത്രം കാണിച്ച് തെളിയിക്കാൻ ഞങ്ങൾക്ക് കഴിയും. 10 വർഷങ്ങൾക്ക് മുമ്പ് വന്ന കുഴപ്പങ്ങൾ പറയലല്ല ചോദ്യം എന്നുള്ളതാണ് ഞാൻ ഊന്നുന്ന കാര്യം. എല്ലാവരും ചട്ടവും നിയമവും പറയണമെന്നില്ല. അഡ്വക്കേറ്റ് അരുൺകുമാർ, അല്ലല്ല, ജോർജ് പൊടിപാറയ്ക്ക് അദ്ദേഹത്തിന്റെ ഊന്നൽ പറയാം. ഞാൻ എന്റെ ചോദ്യം ചട്ടം വായിച്ചുകൊണ്ടാണ് അങ്ങയോട് ചോദിച്ചത്. ആ ചട്ടം ലംഘിക്കപ്പെട്ടിട്ടില്ല എന്ന് അങ്ങ് എങ്ങനെയാണ് വായിക്കുക? ഞാൻ ചട്ടം ഏതാണ് എന്ന് വരെ വായിച്ചു, അല്ലേ? അതാണ് കൃത്യമായി പറഞ്ഞത്. കൃത്യമല്ല. ആ ചട്ടമൊക്കെ പൊട്ടത്തെറ്റാണ്. പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി പാലിച്ചിട്ടുണ്ട്. പൊളിറ്റിക്കൽ സിംബൽ ഇതിൽ ഉപയോഗിച്ചിട്ടില്ല. പൊളിറ്റിക്കൽ സ്ലോഗൻ ഇതിൽ ഉപയോഗിച്ചിട്ടില്ല. ഏതെങ്കിലും വെബ്സൈറ്റോ ഫോട്ടോയോ ദുരുപയോഗം ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ മിസ്ലീഡ് ചെയ്യുന്ന വാർത്തയല്ല. അതുപോലെ തന്നെ റൂമേഴ്സ് അല്ല, ഫാൾസ് ഇൻഡ്യൂസ്മെന്റ് ഇതിലില്ല, ഫാൾസ് സ്റ്റേറ്റ്മെന്റ് അല്ല. ഒറ്റ കാര്യം കൂടി ഞാൻ വായിക്കാം. എന്താ പറഞ്ഞേ? ഇതിലെ വാർത്തകൾ വസ്തുതാപരമാണ്. വസ്തുതാപരമായ കാര്യം എന്ന് എവിടെ എങ്ങനെ പറഞ്ഞാലും ഒരു നിയമപരമായ പ്രശ്നമില്ല. നിങ്ങളുടെ വാദമാണ്. നിങ്ങളുടെ വാദം PRD പറയുകയാണ്. അവിടെയാണ് രാഷ്ട്രീയം. അത് ചെയ്യാൻ PRDയെ ചുമതലപ്പെടുത്തിയിട്ടില്ല. PRDക്ക് അത് ചെയ്തുകൂടാ. അഡ്വക്കേറ്റ് അരുൺകുമാർ, 4000 ഒറ്റ മിനിറ്റ്. രാത്രിയുടെ ഇരുട്ടിന്റെ മറവിൽ കോഴിക്കോട് ജില്ലയിലെ മലാപ്പറമ്പിൽ സ്കൂളുകൾ JCB ഉപയോഗിച്ചുകൊണ്ട് തച്ച് തകർത്ത ആ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലം, 4332 സ്കൂളുകൾ അടച്ചുപൂട്ടി ആ പൂട്ടും താക്കോലും കൊണ്ട് ഭരണാധികാരികൾ പോയ ആ ഭരണകാലം, ആ താക്കോലുകളുടെ ആ പൂട്ടിന്റെ മുന്നിൽ നിന്ന് പൊട്ടിക്കരഞ്ഞ കുട്ടികൾ വസ്തുതാപരമാണ്, യാഥാർത്ഥ്യമാണ്. 10 വർഷം മുമ്പ് കേരളത്തിന്റെ പൊതുരാഷ്ട്രീയം കൃത്യമായി നിരീക്ഷിച്ച മുഴുവൻ ആളുകൾക്കും ബോധ്യമുണ്ട്. ദേശീയപാതയുടെ ഓഫീസ് അതിന്റെ തുടർച്ചയും പറയേണ്ടതുണ്ട്. അത് നിങ്ങൾ വന്ന് തിരുത്തപ്പെട്ടു എന്നതാണെങ്കിൽ അത് തീയതിയും സമയവും വെച്ച് പറയുന്നത് അത് നിങ്ങൾക്ക് രാഷ്ട്രീയമായി പറയാം. അഡ്വക്കേറ്റ് അരുൺകുമാർ, PRD ചെയ്തുകൂടാ എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് രാഷ്ട്രീയമായി ചെയ്യാമെന്നേ, നിങ്ങൾക്ക് രാഷ്ട്രീയമായി ഉന്നയിക്കുന്ന വാദങ്ങൾ പറയാനല്ല. PRD എന്ന സംവിധാനത്തെ നിങ്ങൾ ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണ് എന്റെ പോയിന്റ്. അല്ല, ഞാൻ ഒറ്റ പോയിന്റ് ഒരു വാക്യം പറഞ്ഞുകൊണ്ട് പറഞ്ഞോളാം. ഇപ്പൊ എന്റെ വാദത്തെ ഖണ്ഡിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധി എന്താ പറഞ്ഞേ? 2 കാര്യങ്ങളാ പറഞ്ഞേ. കേരളത്തിന്റെ KSEBയുടെ ഉൽപാദനത്തിൽ ഉണ്ടായിട്ടുള്ള വർധനവ് UDF കാലത്ത് ഒരുപാടുണ്ടായിരുന്നു, LDF കാലത്ത് കുറവ്. എന്താ സത്യം? 2011-16 ആകെ 16.49 മെഗാവാട്ടാ വർദ്ധിച്ചേ. 2016 മുതൽ 21 വരെ 288.51 മെഗാവാട്ട് വർദ്ധിച്ചു.
ഈ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് 1861 മെഗാവാട്ട് വർദ്ധിച്ചു. അതായത് പച്ചയായ നുണ ഇങ്ങനെ പറയും, എന്നിട്ട് പറയും ഇതാണ് യാഥാർത്ഥ്യം എന്ന് പറയും. ഇതാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. ഏതായാലും എല്ലാ മാധ്യമങ്ങളും ഇന്ന് ഈ 7 മണി 8 മണി ചർച്ച ഇതിനു വേണ്ടി മാറ്റിവെച്ചല്ലോ. ഇരുണ്ട കാലം, ആ കെട്ടകാലം, ആ 5 വർഷം അതെന്തായിരുന്നു ഈ കേരളത്തിൽ, ഇപ്പോഴെന്താണ് എന്ന് താരതമ്യപ്പെടുത്തി തുടങ്ങുവാനുള്ള ഒരു പോസിറ്റീവ് എനർജി താങ്കൾ കാണിച്ചത് വെബ്സൈറ്റിനെ തുടർച്ച ഏറ്റെടുക്കുന്ന പണിയല്ല PRDക്ക് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങ് തന്നെ പറഞ്ഞു ഉമ്മൻചാണ്ടിയുടെ കാലത്തെ കാലങ്ങളാണ് പറയുന്നത്. അങ്ങ് തന്നെ പറയുന്നു PRD ഒന്നും പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും ഒന്ന് നിൽക്കൂ. ഒറ്റ കാര്യമേ ഉള്ളൂ. 158 കോടി രൂപ കൊടുത്ത് UDF സർക്കാർ പരസ്യം നടത്തിയപ്പോ അത് ഗവൺമെന്റിന്റെ പണമല്ല, പൊതുഖജനാവിൽ നിന്നുള്ള പണമല്ല, മന്ത്രിമാര് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പണം. ഇല്ല, ഇകഴ്ത്താൻ പറ്റില്ല. ചട്ടം അനുവദിക്കുന്നില്ല. എന്നാ കേസ് കൊടുക്കുന്ന വാദം ശരി. എന്നാ കേസ് കൊടുക്കുന്ന വാദം ശരി. ശരി ശരി. എന്നാ കേസ് കൊടുക്കുന്ന വാദം ശരി. ഒറ്റ മിനിറ്റ് അല്ല, 1 മിനിറ്റ് മതി. ഞാൻ അവസാനിപ്പിക്കാം. AI ക്യാമറക്കെതിരെ കേസ് കൊടുത്തു, ജലമെട്രോയ്ക്കെതിരെ കേസ് കൊടുത്തു, കേസ് കൊടുത്തു, സ്പ്ലിംഗർക്കെതിരെ കേസ് കൊടുത്തു, കേസ് കൊടുത്തു, ആർക്കും കൊണ്ടുപോയി കേസ് കൊടുക്കാം. ധൈര്യമായി കേസ് കൊടുക്കാം. നിയമപരമായി മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ. താങ്കൾ വായിച്ച ഈ റൂളോ ചട്ടമോ ഒന്നും ഒരു രീതിയിലും ലംഘിച്ചിട്ടില്ല. PRDക്ക് ചെയ്യാൻ ഒരു തരത്തിലുള്ള വകുപ്പുമില്ല. അങ്ങ് പറയുന്ന ഞാൻ ഒരു കാര്യം, നോട്ടേ വിട ഇനി ഡിജിറ്റൽ കറൻസി എന്നൊരു പരസ്യം വന്ന് ഓർക്കുന്നുണ്ടല്ലോ. ഇവിടുത്തെ പ്രധാന പത്രങ്ങളൊക്കെ കൊടുത്തു അല്ലേ? അത് ജെയിൻ യൂണിവേഴ്സിറ്റി കൊടുത്ത ഒരു പരസ്യമായിരുന്നു. ആ പരസ്യമാണെന്നറിയാതെ മാധ്യമ പ്രവർത്തകർ പോലും അത് പെട്ടെന്ന് വാർത്ത എന്ന രൂപത്തിൽ വായിക്കുന്ന തെറ്റിദ്ധാരണ വരുത്തിയ പരസ്യം. അന്ന് ദേശാഭിമാനി പത്രം അതിനെ വിമർശിച്ചുകൊണ്ട് പറഞ്ഞത് ഞങ്ങൾ മാത്രം അത് കൊടുത്തിട്ടില്ല എന്ന്. അപ്പോൾ അവിടെ ധാർമ്മികത പ്രവർത്തിക്കുന്നുണ്ട്. ആളുകളെ തെറ്റിദ്ധരിപ്പിക്കരുത് എന്നുള്ള ധാർമ്മികത പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ ധാർമ്മികത വേണ്ട എന്നതാണോ ഉദ്ദേശിക്കുന്നത്? ഇതെല്ലാം കേരളത്തിലെ അല്ല, ഒറ്റ മിനിറ്റ്. ഏതെങ്കിലും തെറ്റായ വാർത്തയോ ഏതെങ്കിലും റൂമേഴ്സോ ഏതെങ്കിലും വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പരസ്യ രൂപേണ സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിലോ ഒരു കാര്യം പരസ്യമാണെന്ന് കൃത്യമായി രേഖപ്പെടുത്താതെ പബ്ലിഷ് ചെയ്താലാണോ തെറ്റ്? നാഷണൽ ഹിന്ദു അടക്കം കൃത്യമായി എല്ലാ പരിശോധന എല്ലാ മാധ്യമങ്ങളും, ഇപ്പൊ നിങ്ങൾ പറഞ്ഞെന്താ ചില മാധ്യമങ്ങൾ കൊടുത്തില്ല. നാളെ രാവിലെ പ്രഭാതം ഉണരുമ്പോ രാവിലെ കാപ്പി കുടിക്കുമ്പോ താങ്കൾ ആ പത്രമൊക്കെ എടുത്ത് നോക്ക്. ഇന്ന് വരാത്ത പത്രങ്ങളിൽ നാളെ വരും. നിയമവിരുദ്ധമായ ഗവൺമെന്റ് പ്രവർത്തിക്കൂ. നിങ്ങൾ ഈ ഗവൺമെന്റിന്റെ നിയമപരമായിട്ടുള്ള ഇടപെടലിനെ ചോദ്യം ചെയ്തപ്പോഴൊക്കെ പരസ്യമെന്നല്ല പറയുന്നത്. 10 വർഷങ്ങൾക്ക് മുമ്പ് മലയാള പത്രങ്ങളിൽ നിറഞ്ഞു വന്ന വാർത്തകൾ കൊണ്ട് രൂപപ്പെടുത്തിയ 1-ാം പേജാണ് ഇത് എന്നാണ്. അത് പരസ്യമെന്ന വാക്ക് എവിടെയുമില്ല. വാർത്തകൾ വസ്തുതാപരമാണ്, രൂപകൽപ്പന പ്രതീകാത്മകമാണ് എന്ന് വളഞ്ഞിട്ടുള്ള മൂക്കുപിടിക്കലാണ്. സന്ദീപ് പറയട്ടെ. സന്ദീപ്, PRD ഇത് ചെയ്യുന്നത് നോക്കൂ. സന്ദീപിലേക്ക് പോകുന്നു. സമയം സന്ദീപിലേക്ക് പോട്ടെ. ഇല്ല ശരി, നിങ്ങളത് പരസ്യമാണെന്ന് പറയുന്നില്ല എന്നാണ് പറഞ്ഞത്. അങ്ങ് എന്തിനാണ് താങ്ക്സ് പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നില്ല. സന്ദീപ്, ഇത് വസ്തുതാപരമായ കാര്യങ്ങളാണ്. അത് പറയുന്നതിൽ PRDക്ക് തെറ്റില്ല, പിഴവില്ല എന്നുള്ള വാദമാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇനി വലിയ വാദം ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങ് കേസ് കൊടുക്ക്, എന്നാൽ നിങ്ങൾ കേസ് കൊടുക്ക് എന്ന വെല്ലുവിളി കൂടി നടത്തുന്നുണ്ട്. എന്താണ് പ്രതികരണം? ശ്രീ അരുൺ കേസുകളുടെ കാര്യം പറഞ്ഞപ്പോൾ സ്പ്രിംഗ്ലർ കേസിന്റെ കാര്യം പറഞ്ഞു. സ്പ്രിംഗ്ലറിൽ അവസാനം സർക്കാർ എന്താ ചെയ്തത്? സർക്കാർ അവസാനം അത് പിൻവലിച്ച് ഓടുകയാണ് ചെയ്തത്. അത് അവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ കാര്യം, എന്നാ നിങ്ങൾ കേസ് കൊടുക്കുന്നത് വളരെ ധിക്കാരപൂർവ്വമുള്ള ധാർഷ്ട്യപൂർവ്വമുള്ള ഒരു മറുപടിയാണ്. അദ്ദേഹത്തിന്റെ ശരീരഭാഷയും അദ്ദേഹത്തിന്റെ സംസാര ഭാഷയും കണ്ടില്ല. അത് ആരെയും അദ്ദേഹം വെല്ലുവിളിക്കുന്നത്? അദ്ദേഹം കോൺഗ്രസിനെയോ പ്രതിപക്ഷത്തെയോ അല്ല വെല്ലുവിളിക്കുന്നത്. അദ്ദേഹം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ടാക്സ് പേയേഴ്സ് ആയിട്ടുള്ള കോടിക്കണക്കിന് വരുന്ന മലയാളികളെ വെല്ലുവിളിക്കുകയാണ്. ഞങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങളുടെ പണം ഉപയോഗിച്ചുകൊണ്ട് ധൂർത്തടിക്കും, ധാരാളിത്തം കാണിക്കും, നിങ്ങൾ കൊണ്ടുപോയി കേസ് കൊടുത്തോ എന്ന് അദ്ദേഹം വെല്ലുവിളിക്കുന്നത് മലയാളികളെയാണ്. അതിനുള്ള മറുപടി മലയാളികൾ തെരഞ്ഞെടുപ്പിൽ അവർക്ക് കൊടുക്കും. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ഈ ധിക്കാരത്തിനും ധാർഷ്ട്യത്തിനും മറുപടിയും തിരിച്ചടിയും കിട്ടിയിട്ടുള്ളതാണ്. അദ്ദേഹം കാര്യത്തിൽ പറഞ്ഞത് എല്ലാം കൃത്യമായിട്ടുള്ള വാർത്തകളാണെന്ന് പറഞ്ഞു. അവിടെയാണ് സുപ്രീം കോടതി തന്നെ നിർദ്ദേശിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളെ ലംഘനം ഉണ്ടാകുന്നത്. ഇത് കൃത്യമായിട്ടുള്ള രീതിയിൽ അതല്ലെങ്കിൽ സർക്കാരിനെ വെള്ളപൂശുന്നതിനോടൊപ്പം മുൻ സർക്കാരിനെയും ആ സർക്കാരിന് നേതൃത്വം നൽകിയ പാർട്ടിയെയും ഇകഴ്ത്തി കാണിക്കുന്നതാണ്. അവിടെ സെലക്റ്റീവാണ്, അവിടെ ചെറി പിക്കിംഗ് നടത്തുകയാണ് വാർത്തകളുടെ അടിസ്ഥാനത്തിൽ. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ഈ സർക്കാരിന്റെ കാലത്ത് ഇപ്പൊ അദ്ദേഹം വിദ്യാഭ്യാസ വകുപ്പിന്റെ കാര്യം പറഞ്ഞു. ഈ സർക്കാരിന്റെ കാലത്ത് സ്കൂൾ കെട്ടിടത്തിന് പാമ്പ് കടിയേറ്റ് കുട്ടി മരിച്ച വാർത്തയും, അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിലെ ബിൽഡിംഗ് ഇടിഞ്ഞു വീണ് അവിടെ കൂട്ടിപ്പിന് വന്ന വീട്ടമ്മ മരിച്ച വാർത്തയും, ഈ കത്രിക മറന്നു വെച്ച് വയറ്റിൽ ഓപ്പറേഷൻ നടത്തിയപ്പോ കത്രിക മറന്നു വെച്ച വാർത്തയും, അതുപോലെ തന്നെ ശബരിമലയിൽ നിന്നും സ്വർണം കട്ടെടുത്ത വാർത്തയും ഒക്കെ ഈ സർക്കാരിന്റെ നേട്ടങ്ങളായിട്ട് അങ്ങ് കൊടുക്കായിരുന്നത്.
അപ്പോൾ ലെവൽ പ്ലേയിങ് ഫീൽഡ് വേണ്ടേ? അപ്പൊ നിങ്ങൾക്ക് തോന്നുന്ന വാർത്തകൾ, നിങ്ങൾക്ക് സൗകര്യമുള്ള വാർത്തകൾ മാത്രം എടുത്തു കൊടുക്കുക. മറുവശത്ത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ആ സർക്കാരിന്റെ വിശദീകരണം പോലും ഇല്ലാത്ത വാർത്തകൾ അന്നത്തെ സർക്കാർ തീർച്ചയായിട്ടും അതിനൊക്കെ വിശദീകരണം കൊടുത്തിട്ടുണ്ട്. അന്ന് വന്ന വാർത്തകൾക്കൊക്കെ വിശദീകരണം കൊടുത്തിട്ടുണ്ട്. അത് സ്വാഭാവികം മാത്രമാണ്. അപ്പൊ അതിൽ ചില നെഗറ്റീവ് വാർത്തകൾ മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് തികഞ്ഞ ദുഷ്ടലാക്കോട് കൂടിയിട്ടുള്ള രാഷ്ട്രീയ ലാക്കോട് കൂടി പൊതുഖജനാവിലെ പണം ദുരുപയോഗിക്കുന്നതാണെന്നുള്ള ഞങ്ങളുടെ വാദം പൂർണ്ണമായും ശരിയാണ്. ഇത് നിയമവിരുദ്ധമാണ്. രാജ്യത്ത് നിലനിൽക്കുന്ന എല്ലാ നിയമങ്ങൾക്കും സുപ്രീം കോടതി വിധികൾക്കും എതിരായിട്ടാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. എന്നാൽ നിങ്ങൾ കേസ് കൊടുത്തുള്ള വെല്ലുവിളി രാജ്യത്തെ നിയമ സംവിധാനങ്ങൾ ഇതിന്റെ നിയമപരമായി നേരിടുമോ? ഒരു സംശയം വേണ്ട. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതൃത്വം ഇന്ന് വളരെ വ്യക്തമാക്കിയിട്ടതിനെ നിയമപരമായിട്ടും രാഷ്ട്രീയമായിട്ടും നേരിടുമെന്നുള്ളത് തന്നെയാണ്. ഇത് PRDയുടെ പണം ദുരുപയോഗിച്ചുകൊണ്ട്, സർക്കാരിന്റെ പണം ദുരുപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ പിണറായി വിജയന്റെ മഹാത്മ്യം വിളമ്പി വെക്കാനുള്ളതല്ല ഈ സർക്കാരിന്റെ പണം. ജനങ്ങൾ നികുതി കൊടുക്കുന്ന അതിനു വേണ്ടിയിട്ടല്ല, ഈ നുണ പ്രചരിപ്പിക്കാനല്ല. ഇതൊക്കെ മനസ്സിലാക്കാനുള്ള സാമാന്യ ശേഷി, ബുദ്ധിശക്തി മലയാളികൾക്ക് ഉണ്ട് എന്ന് ഈ സർക്കാരിന്റെ ആളുകൾ, പിണറായി വിജയന്റെ ആളുകൾ മനസ്സിലാക്കിയാൽ മതി. ഈ പരസ്യങ്ങളൊക്കെ കൊടുത്തിട്ടാണല്ലോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരു തോറ്റ് തുന്നം പാടിയത്. അതിനേക്കാൾ ഭീകരമായ തോൽവി ഇപ്പൊ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതല്ല, ഇതിലപ്പുറം പരസ്യം കൊടുത്തിട്ടും കാര്യമൊന്നുമില്ല. കാരണം ഈ കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കൊടുത്ത പരസ്യത്തിൽ ഞാനായിരുന്നല്ലോ ഇവരുടെ വേട്ടമൃഗം. എന്നിട്ട് ആ തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത് അവർക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. ശരി, നമുക്ക് നോക്കാം നാളെ എന്താണ് സംഭവിക്കുക. വളരെ നന്ദി അഡ്വക്കേറ്റ് കെ സരൺകുമാർ, സന്ദീപ് വാര്യർ, M ജയചന്ദ്രൻ, ജോർജ് പൊടിപ്പാറ ചർച്ചയിൽ പങ്കെടുത്തത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.